ചിരിമിഴി കണ്ണടച്ചില്ലിലൂടെ ലളിതമായെത്തുന്ന പാഠഭാഗം വിരസമായി മാറുന്ന മാത്രയെല്ലാം സരസമാക്കാനുള്ള നർമ്മബോധം തെളിമതൻ ചോക്കിനാൽ ഉള്ളിലാരോ എഴുതി കൊതിപ്പിച്ച ഗണിതകാലം സ്മൃതികളിൽ മായാതെ ഗുരു നിറഞ്ഞു. ഹൃദയമാപാദം നമസ്കരിച്ചു, ഹൃദയമാപാദം നമസ്കരിച്ചു. ഇത് TSB എന്നറിയപ്പെടുന്ന പ്രൊഫസർ TS ബാലസുബ്രഹ്മണ്യൻ. തമിഴ്നാട്ടിലെ ഉമയാൾപുരത്തിനടുത്തുള്ള സ്വാമിമലൈ എന്ന സ്ഥലത്തു നിന്നും തൃശ്ശൂരിലേക്ക് താമസം മാറ്റിയ TB സീതാറാമയ്യരുടെയും സീതാലക്ഷ്മി അമ്മാളുടെയും 4ാമത്തെ മകനായി 1945 മെയ് മാസം 25-നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ജനനം. അച്ഛൻ്റെ അച്ഛൻ തഞ്ചാവൂരാണ്, അവിടെ ജനിച്ചത് വളർന്നത്. അദ്ദേഹം കല്യാണം കഴിച്ചത് തൃക്കൂർ കുടുംബത്തിൽ നിന്നാണ്. അപ്പോൾ പിന്നെ ഇങ്ങോട്ട് പോകുന്നു അവരെല്ലാവരും കൂടി. അതിന് പുഷ്പഗിരി അഗ്രഹാരത്തിൽ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് അവിടെ അവർക്കൊരു വീട് കൊടുത്തു അന്നത്തെ കാരണവർ. അപ്പോൾ അവിടെയാണ് താമസിച്ചിരുന്നത്. അവിടെയാണ് എൻ്റെ അച്ഛൻ ജനിച്ചത്. അപ്പോൾ എൻ്റെ അച്ഛൻ കേരളത്തിൽ തന്നെ ജനിച്ചിട്ടുള്ളൂ. പിന്നെ ഞങ്ങളെല്ലാവരും, അദ്ദേഹം കല്യാണം കഴിച്ചത് ഇതേ കുടുംബത്തിൽ നിന്ന് തന്നെ. അപ്പോൾ പിന്നെ ഞങ്ങളൊക്കെ പൊങ്കുന്നത്ത് തന്നെയാണ് ജനിച്ചത്. അപ്പോൾ തൃശ്ശൂർ ജനിച്ച് തൃശ്ശൂർ വളർന്നവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ സമുദായത്തിൻ്റെ പ്രത്യേകത, ഞങ്ങളുടെ ഇനീഷ്യലിൽ ജനിച്ച രാജ്യമാണ് വരിക. അപ്പോൾ എൻ്റെ ഇതിൽ തൃശ്ശൂർ, എൻ്റെ അച്ഛൻ്റെ പേര് സീതാറാമൻ, തൃശ്ശൂർ സീതാറാമൻ ബാലസുബ്രഹ്മണ്യൻ എന്നാണ് എൻ്റെ പേര്. പൊങ്ങുന്നം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിനടുത്ത് ഇന്നത്തെ വിവേകോദയം സ്കൂളിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന LP സ്കൂളിലാണ് TSBയുടെ ആദ്യകാല വിദ്യാഭ്യാസം. ഫസ്റ്റ് ഫോറം, സെക്കൻഡ് ഫോറം ക്ലാസുകൾ CMS സ്കൂളിലാണ് പൂർത്തീകരിച്ചത്. തുടക്കം വിവേകോദയം ഗേൾസ് സ്കൂളിൻ്റെ ഒരു ബ്രാഞ്ച് പൊങ്ങുന്നം ഗ്രാമത്തിലുണ്ടായിരുന്നു. ഊട്ടുപുര, അമ്പലത്തിൽ ഊട്ടുപുരയാണ് അത്. അവിടെ ഭക്ഷണം അവിടെ ഊണില്ലാത്ത ദിവസം സ്കൂൾ നടക്കും. അപ്പോൾ അവിടെയാണ് 1 തൊട്ട് 3 ക്ലാസ് വരെ. പിന്നെ അവിടുന്ന് മാറി അതേ സ്കൂളിൻ്റെ വേറൊരു ബ്രാഞ്ച് 4ാം ക്ലാസ് അവിടെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ കാരണവന്മാരൊക്കെ പഠിച്ചത് CMS സ്കൂളിലാണ്. ഇപ്പോൾ ഒരു 3 കൊല്ലം അവിടെ പഠിച്ചു. അന്ന് 4.5 എന്നൊരു ക്ലാസ് ഉണ്ട്. ആ 4.5 ഫസ്റ്റ് ഫോം, സെക്കൻഡ് ഫോം അവിടെ പഠിച്ചു. അതിൽ 7, 8 ആകുമ്പോഴേക്കും അച്ഛന് ആലുവയിൽ ജോലി കിട്ടി. അപ്പോൾ ആലുവയിൽ ജോലി കിട്ടിയപ്പോൾ അവിടെ ഒരു സെൻറ്റ് മേരീസ് സ്കൂളുണ്ട്, അവിടെയാണ് ചെന്ന് പഠിച്ചത്. ഈ തൃശ്ശൂർ പഠിക്കുമ്പോൾ ഞാൻ സംസ്കൃതമായിരുന്നു 2ാം ഭാഷ. ആലുവയിൽ കമ്പൽസറി ആയിട്ട് മലയാളം പഠിക്കണം, ഇംഗ്ലീഷ് സംസ്കൃതം ഇല്ല. മലയാളം പഠിച്ചു കഴിഞ്ഞിട്ട് തിരിച്ച് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ അച്ഛൻ തൃശ്ശൂർക്ക് തന്നെ വരേണ്ടി വന്നു. തമിഴ്നാട് ജോലി കിട്ടിയപ്പോൾ ഞങ്ങളെ തൃശ്ശൂരാക്കിയിട്ട് അച്ഛൻ പോയി. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഹെഡ് മാസ്റ്റർ വിയോജി സ്കൂളിലേ ഉള്ളൂ അന്ന് സീറ്റ്. കാരണം വിമോചന സമരത്തിൻ്റെ കാലം, അന്ന് ക്രിസ്ത്യൻ സ്ഥാപനങ്ങളൊന്നും തുറന്നിട്ടില്ല. വിയോജി സ്കൂളിലാണ് ചേർന്നത്, വിയോജി ബോയ്സ് ഹൈ സ്കൂൾ. എൻ്റെ 9th ഫോം, 5th ഫോമും 6th ഫോമും അവിടെയായിരുന്നു. ആ 5th ഫോമിൽ ജോയിൻ ചെയ്തപ്പോൾ അവിടുത്തെ ഹെഡ് മാസ്റ്റർ ഒരു പരമേശ്വരയ്യരുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, തനിക്ക് വേണമെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജ് സംസ്കൃതമായിട്ട് മാറ്റാൻ കിട്ടോ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അപ്പോഴേക്കും മലയാളത്തിനോടൊരു പ്രേമം വന്നുപോയി. അപ്പോൾ പിന്നെ മലയാളം കണ്ടിന്യൂ ചെയ്തു. നെല്ലുവായി KN നമ്പീശൻ അങ്ങനെയുള്ള കുറച്ച് പ്രഗത്ഭരെ പഠിപ്പിക്കുകയും ചെയ്തു. അത് കേരളവർമ്മ കോളേജിൽ കണ്ടിന്യൂ ചെയ്തപ്പോഴും എനിക്ക് മലയാളത്തിന് KP ശങ്കരൻ, തിരുത്തിക്കാട് പ്രഭാകരൻ, KP നാരായണ പ്രസാരടി, അമ്മിണി ടീച്ചർ, അങ്ങനെ ഓരോ ഉഗ്രൻ ആൾക്കാർ. 1-2 ക്ലാസ്സിൽ സാക്ഷാൽ ND കൃഷ്ണനുണ്ണി മാഷ് ഒക്കെ വന്നിട്ട് ക്ലാസ് എടുക്കാൻ. അപ്പോൾ EK നാരായണ പോറ്റി പറയും, വലിയ ആളാണ്. അവരൊക്കെ ക്ലാസ് എടുത്തപ്പോൾ മലയാളത്തിനോട് താല്പര്യം കൂടുകയും ചെയ്തു. ഒരു പക്ഷേ
എനിക്ക് ഏതാണ്ട് ഈ ആദ്യത്തെ ഒരു 8 കൊല്ലം 9 കൊല്ലം പഠിപ്പിച്ച അധ്യാപകരിൽ അധികം പേരും ഇതിങ്ങനെ ഭംഗിയായിട്ട് സ്നേഹമായിട്ട് പഠിപ്പിച്ച മാതിരി എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഹിന്ദി പഠിപ്പിച്ച മാഷ് അധികം ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, എന്നെ പിച്ചാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ മാത്സ് മാഷന്മാർക്ക് എന്നെ തല്ലേണ്ടി വന്നിട്ടേ ഇല്ല. അപ്പോൾ അവർ കുറച്ച് സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്തു. ഇനി അതുകൊണ്ടായിരിക്കുമോ എന്നറിയില്ല. എന്തായാലും 10ാം ക്ലാസ്സിൽ ഒരു TC ഗോപാലമേനോന് മാസ്റ്റർ ക്ലാസ് എടുത്തു, വിവേകോദയം ബോയ്സ് ഹൈസ്കൂളിൽ. അങ്ങനെ ആ ശൈലിയും കാര്യങ്ങളും അത് എനിക്ക് വല്ലാണ്ടൊരു ഇമ്പ്രസീവായി. അപ്പോൾ കണക്ക് തന്നെയാണ് എൻ്റെ ഭാവി മാത്സ് ആണെന്നുള്ളത് ഏതാണ്ട് എനിക്ക് അപ്പം തന്നെ തോന്നി. തൻ്റെ അച്ഛൻ്റെ അനുജനായിരുന്ന TB സ്വാമിനാഥൻ്റെ നേരംപോക്ക് ഗണിതങ്ങളും കുസൃതി കണക്കുകളുമാണ് തന്നെ ഗണിതത്തോട് അടുപ്പിച്ചതെന്ന് TSV സാർ ഇന്നും ഓർക്കുന്നു. അതുകൊണ്ടു തന്നെയാണ് അദ്ദേഹത്തെ തൻ്റെ മാനസ ഗുരുവായി കരുതുന്നത്. പഠിക്കുന്ന കാലത്ത് സ്കൂൾ അധ്യാപകനാകാനായിരുന്നു TSVക്ക് മോഹം. പറമ്പിലെ ചെടികളെ കുട്ടികളായി കണ്ടുകൊണ്ട് അടിച്ചു പഠിപ്പിച്ചിരുന്നതും ഇന്നും അദ്ദേഹം ഓർക്കുന്നു. എന്നാൽ കോളേജ് വിദ്യാഭ്യാസ കാലത്ത് കോളേജ് അധ്യാപകനാകണമെന്നായി മോഹം. തൻ്റെ ഗൃഹത്തിനടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ചാക്യാർകൂത്ത് കാണാൻ സ്ഥിരമായി പോകാറുള്ള ബാലസുബ്രഹ്മണ്യനെ അതിൽ നിന്നാണ് തൻ്റെ ഈ അധ്യാപന ശൈലി രൂപപ്പെടുത്താൻ കഴിഞ്ഞതെന്ന് പറയാൻ നാവേറെയാണ്. പിൽക്കാല അധ്യാപക ജീവിതത്തിൽ ഒരൊറ്റ കുട്ടിയെപ്പോലും ശാസിക്കാതെയും ഉപദ്രവിക്കാതെയും പഠിപ്പിക്കാൻ ഇതൊരു ഉപാധിയായതായി ഇദ്ദേഹം പറയുന്നു. ഞങ്ങളുടെ ആ കാലഘട്ടത്തിൽ ഇൻ ജനറൽ സ്വാമിമാർ തോൽക്കില്ല എന്നൊരു കാലഘട്ടമാണ്. ആ ഒരു കാലഘട്ടമായിരുന്നു ഞങ്ങളുടെ ഭാഗത്തൊക്കെ. ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ അന്ന് ആ റിസൾട്ട് വന്ന് 35% പേരെ ജയിച്ചിരുന്നുള്ളൂ. അന്ന് ഇത്ര റിസൾട്ടൊന്നും വരാറില്ല. 35% പേരെ ജയിച്ചിരുന്നുള്ളൂ. അന്ന് ഓരോ വിഷയത്തിലും സ്ട്രിക്റ്റ് വാല്യുവേഷനുമാണ്. അപ്പം ഞാൻ ഹിന്ദിയിൽ കുറച്ച് വീക്കായിരുന്നുകൊണ്ട് ഇത്തിരി ശ്രദ്ധിക്കൽ കുറവായതുകൊണ്ടും തോറ്റു. അത് സത്യമാണ്. തോറ്റപ്പോൾ വാസ്തവത്തിൽ പലരും പറഞ്ഞത് താൻ ഈ സമുദായത്തിൽ ജനിച്ചിട്ട് തോറ്റില്ലോ എന്നുള്ള മട്ടിലാണ് സംസാരിച്ചത്. അത് ലേശൊരു വിഷമം തോന്നി എനിക്ക് മനസ്സിൽ. എനിക്ക് വന്നൊരു തെറ്റിന് എൻ്റെ സമുദായത്തിന് ആൾക്കാർ കുറ്റം പറഞ്ഞ മാതിരി ആയില്ലോ എന്നൊരു വിഷമം തോന്നി മനസ്സിൽ. വേറെ ചിലവർ ഇത്തിരി വിഷമമായിട്ടുള്ള കാര്യം പറഞ്ഞു. വിഷമം എന്ന് പറഞ്ഞാൽ ഒരു ഇത്തിരി പണ്ട് സങ്കടം ഉണ്ടാക്കണ മാതിരി, തെറ്റുള്ള കാര്യമല്ല. അതായത് അന്ന് ഞങ്ങൾക്ക് വേഗത്തിൽ കിട്ടാവുന്നൊരു ജോലി ഈ ഹോട്ടൽ സപ്ലയറായിട്ടാണ്. അന്ന് പല ഹോട്ടലുകളിലും 60കളുടെ തുടക്കമാണ് കേട്ടോ, പല ഹോട്ടലുകളിലും ഞങ്ങളുടെ ആൾക്കാരാണ് സപ്ലയറായിട്ട് നിർത്തിയിരുന്നത്. തൃശ്ശൂരിലൊക്കെ പത്തൻസിലൊക്കെ ആ കടക്കടയ്ക്ക് തന്നെ വേണം, ആ കാലഘട്ടമാണ്. അപ്പോൾ വേഗം ആ ജോലി കിട്ടും, ചെലവ് വെച്ച് ശമ്പളവും കിട്ടും, അവനവൻ്റെ കാര്യങ്ങൾ നടന്നു പോയപ്പോൾ അതിന് പോയിക്കൂടെ എന്നൊരു ചോദിച്ചവരോട് പലരും. അത് മനസ്സിലൊരു ലേശം ഒരു ഇറിറ്റേഷൻ തോന്നി. അപ്പോൾ ഒരു ചേച്ചിയാണ് അങ്ങനെയൊന്നും വേണ്ട, താൻ പഠിക്കേ പറഞ്ഞു. അന്ന് മുഴുവൻ സബ്ജക്റ്റും എടുത്ത് പഠിച്ച് ജയിക്കണം, എന്നാലേ കോളേജിൽ പോകാൻ പറ്റുള്ളൂ. പക്ഷെ ആ ഒരു വാശി ഈ 10ാം ക്ലാസ്സിൽ തോറ്റുമ്പോൾ മനസ്സിൽ തോൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു വാശി മനസ്സിൽ കയറി. ഒരു പക്ഷേ ആ വാശിയായിരിക്കണം ഞാൻ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം. മാത്തമാറ്റിക്സിൽ ഒരു റിസൾട്ട് പറയുമ്പോൾ ഞാൻ അത് പറയും. മാത്തമാറ്റിക്സ് ഇങ്ങനെ പോയിട്ട് തിരിച്ചു വരുന്നതിനെ മാക്സിമം എന്ന് പറയും. ഇങ്ങനെ ഇറങ്ങിയിട്ട് മുകളിൽ കയറുന്നത് ഈ പോയിൻ്റ് മിനിമം എന്ന് പറയും. അപ്പോൾ ഈ മിനിമത്തിനും മാക്സിമത്തിനും കൂടെയുള്ള കോമൺ പേരാണ് ടേണിംഗ് പോയിൻ്റ്. ടേണിംഗ് പോയിൻ്റ് മലയാളത്തിൽ മതി വഴിത്തിരിവിലാണെന്നൊക്കെ പറയാറില്ല ആൾക്കാർ, അതേമാതിരി വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൽ ഒരു അത്ഭുതം എന്താ വെച്ചാൽ, രസകരമായിട്ടൊരു കാര്യം, ഈ മിനിമം ആയ സ്ഥലത്ത് രണ്ടാമത്തെ ഡെറിവേറ്റീവ് പോസിറ്റീവും മാക്സിമം ആവുമ്പോൾ രണ്ടാമത്തെ ഡെറിവേറ്റീവ് നെഗറ്റീവും. അപ്പോൾ കുട്ടികൾ അതൊരു വിരോധാഭാസം അല്ലേ എന്ന് ചോദിക്കും എന്നോട്. മാക്സിമത്തിന് പോസിറ്റീവ് നെഗറ്റീവ്, മിനിമത്തിന് പോസിറ്റീവ്, ഇതെന്താ ഇങ്ങനെ എന്ന് വെച്ചപ്പോൾ മിനിമത്തിൽ നിന്ന് നമുക്ക് ഇനി കയറാൻ പറ്റും, ഇതാണ് നമ്മുടെ മിനിമം പൊസിഷൻ, നമുക്ക് ഇനി കയറാൻ പറ്റും എന്നൊരു തോന്നൽ. നമ്മൾ മാക്സിമം എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾക്ക് ഒരു രാഷ്ട്രീയക്കാരന് ഇന്ത്യൻ പ്രസിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ ഇനി അതിൻ്റെ മീതൊന്നും പോകാനില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇനി ആൾക്ക് വേറെ ഒന്നും പ്രതീക്ഷിക്കാനില്ല. അടുത്തൊരു ഒരു കൗൺസിലറൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇനി കൂടുതൽ എത്തുന്നൊരു തോന്നൽ വരും. ഇപ്പോൾ മിനിമത്തിനാണ് സ്വപ്നത്തിന് കൂടുതൽ ചാൻസ് കൂടുതൽ.
അപ്പോൾ എൻ്റെ എല്ലാവർക്കും ഉണ്ടാവും മിനിമം പോയിൻ്റ്, ടേണിംഗ് പോയിൻ്റുകൾ എല്ലാവർക്കും ഉണ്ടാവും. ഈ മിനിമത്തിൽ നിൽക്കണ ആ സമയമായിരുന്നത് അതെനിക്ക് എന്തുകൊണ്ടോ അതിങ്ങനെ കയറിപ്പോയി. വാസ്തവത്തിൽ പറയുകയാണെങ്കിൽ പിന്നെ ഒരു ടെർമിനൽ എക്സാമിനേഷനിൽ പോലും ഞാൻ തോറ്റിട്ടില്ല. അച്ഛൻ്റെ അനിയൻ വാസ്തവത്തിൽ ജോലി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. സംസ്കൃതം അദ്ദേഹത്തിന് ഒരു നേരം പോക്കായിരുന്നു. സംസ്കൃതത്തിൽ വളരെ സുഖമായിട്ട് കൈകാര്യം ചെയ്യുമായിരുന്നു. ഇംഗ്ലീഷിനേക്കാളും ഭംഗിയായിട്ട് അദ്ദേഹം സംസ്കൃതം കൈകാര്യം ചെയ്യും. ഇംഗ്ലീഷ് വളരെ ഗെയിമായിരുന്നു. അദ്ദേഹത്തിന് നേരം പോക്ക് ഇങ്ങനെ കണക്ക് ചെയ്ത് നോക്കലാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു നേരം പോക്കായിട്ട്. അപ്പോൾ ഞാൻ ഈ BSc മാത്സ് മെയിൻ എടുത്തപ്പോഴാണ് അങ്ങോട്ട് അറിയിക്കണത് ഞാനിങ്ങനെ മാത്സ് മെയിനാണെന്ന്. അങ്ങോട്ടേക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അങ്ങനെ കൂടി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഈ മാത്സ് മെയിൻ എടുക്കുമ്പോൾ. അപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പം തന്നെ പറഞ്ഞു, എന്ത് സംശയം ഉണ്ടെങ്കിലും എഴുതി ചോദിച്ചോളൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എപ്പോഴൊക്കെ നാട്ടിൽ വരുമ്പോൾ എന്നോട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ ഞാൻ അതിന് വേഗം ഉത്തരം പറയും. എന്നെ വലിയ ഇഷ്ടമായിരുന്നു ആ കാര്യത്തിൽ. ഞാൻ എപ്പോഴും മാഷായ പിന്നെയും അദ്ദേഹത്തെ അടുത്ത് ഇത് സംശയങ്ങൾ ചോദിക്കും. ഞാൻ ചെന്ന് കഥവ് തുറന്നാൽ ഇൻ്റഗ്രേഷൻ ആണോ പ്രോബബിലിറ്റി ആണോ എന്ന് ചോദിക്കും എന്നോട്. ഇത് രണ്ടുമാണ് അങ്ങോൻ്റെ മാസ്റ്റർ പീസുകൾ. അത് രണ്ടുമാണ് കുറച്ച് തല വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചെന്ന് ചോദിക്കും. ഞാൻ അതിനെ പൊതുവെ ചോദിക്കുകയും ചെയ്യും. കോളേജിൽ ഹോംവർക്ക് കൊടുത്തിട്ട് വീട്ടിൽ വരും. അയ്യോ അത് ഞാൻ കുറച്ചൊരു മിസ്റ്റേക്ക് ഉണ്ടോ, എനിക്ക് ശരിയാവില്ലല്ലോ എന്ന് പറയും. പേടിയൊന്നുമില്ല, നേരെ അങ്ങോട്ട് എന്ത് ചോദിക്കും. സുഖമായിട്ട് പറഞ്ഞത് ഒരു മോട്ടിവേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. വാസ്തവത്തിൽ അങ്ങോട്ട് കേരളവർമ്മ കോളേജിൽ എന്നെ പഠിപ്പിച്ച് പിന്നെ ശ്രീകൃഷ്ണ കോളേജിൽ എൻ്റെ പ്രൊഫസറായി വന്ന് പിന്നെ അവിടെ തന്നെ പ്രിൻസിപ്പളായിട്ട് വന്നൊരു പ്രഭാകരൻ മാഷുണ്ട്. കേരളവർമ്മ കോളേജിലെ എൻ്റെ ഒരു ഗുരു, ഇപ്പോഴും 90 വയസ്സുകാരനായ ഒരു പരമേശ്വരൻ മാഷ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ചിലവർക്കൊക്കെ. ആ മാഷ് അവർക്ക് എന്നോട് സ്നേഹമാണ്. സെൻറ്റ് തോമസ് കോളേജിൽ എന്നെ പഠിപ്പിച്ച് 4-5 അധ്യാപകർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. എല്ലാവരും എന്നോട് സ്നേഹം. കാരണം മാത്സിൽ കുറച്ച് ഭേദമായതുകൊണ്ട് എന്നോട് അവർക്കെല്ലാം സുഖമാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന 2 പേരുണ്ട്. കേരളവർമ്മ കോളേജിലെ മാത്സ് പ്രൊഫസർ ഡോക്ടർ CS വെങ്കട്ടരാമൻ. ആ കാലത്ത് MA MSc PhD നമ്പർ 3 നല്ല പൊക്കവും ഒരു മൗണ്ട് ബാറ്റൺ പ്രഭുവിൻ്റെ ലുക്കും ഒക്കെ ആയിട്ട് നല്ല വെളുത്തൊരു മനുഷ്യൻ. എന്നോട് വളരെ സ്നേഹമായിരുന്നു പേര് ഇതാക്കുമ്പോൾ. അങ്ങനെ പഠിപ്പിച്ച കാൽക്കുലസാണ് ഞാൻ BScക്ക് എടുക്കുന്ന ഒരു വിഷയം. പിന്നെ സെൻറ്റ് തോമസ് കോളേജിലത്തെ ഒരുപാട് മാഷന്മാരെ എനിക്ക് നല്ല ഇതുണ്ട്. അതിൽ തന്നെ ഫാദർ തോമസ് മൂത്തേടെന്ന് പറയും, അവിടുത്തെ പ്രിൻസിപ്പാളായിട്ടിരുന്നൊരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ ഒരു ശബ്ദഗാംഭീര്യവും കാര്യങ്ങളും ആ ക്ലാസ് എടുക്കുമ്പോൾ രീതിയും വളരെ സ്നേഹത്തിലുള്ള പെരുമാറ്റവും അദ്ദേഹം കോളേജിൽ എല്ലാവരോടും സ്ട്രിക്റ്റാണ്, അധ്യാപകരോടൊക്കെ വളരെ സ്ട്രിക്റ്റാണ്. അപ്പോൾ ഞങ്ങൾ MSc വിദ്യാർത്ഥികളോട് ഭയങ്കര സ്നേഹമാണ്, എന്നോട് പ്രത്യേകിച്ചും. 66 അയാൾ BSc കഴിഞ്ഞ് പോയത്. അത് പിന്നെ സെൻറ്റ് തോമസിൽ 2 കൊല്ലം MSc കഴിഞ്ഞ് പിന്നെ ശ്രീകൃഷ്ണ കോളേജിൽ ചേർന്നതൊക്കെ അറിയാം. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ കാണാറുണ്ട്. സാധാരണ ഞാനും തിരുവമ്പാടി ഭാഗത്താണ് താമസിക്കുന്നത്. അങ്ങനെ ഒരു ശിഷ്യൻ എന്നുള്ളതിൽ കൂടുതലായിട്ടൊരു അനുജനുമാതിരിയാണ് ഞാൻ അയാൾക്ക് കണക്കിയിരുന്നത്. പിന്നെ അയാൾ നല്ലോണം കോളേജിൽ നല്ല മാത്തമാറ്റിക്സിനെ പറ്റി നല്ല വിവരമുള്ള ഒരാളായിട്ടാണ് അപ്പോൾ അയാൾ കാണുന്നത്. ഗണിതത്തിലും ഫിസിക്സിലും കെമിസ്ട്രിയിലും നിശ്ചിത മാർക്കിനപ്പുറം കിട്ടിയാൽ എഞ്ചിനീയറിങ്ങിന് സീറ്റ് ലഭിക്കുന്ന കാലമായിരുന്നിട്ടും അധ്യാപനത്തിൽ ആനന്ദം കണ്ടെത്താമെന്ന മോഹം BSc ഗണിതശാസ്ത്രമെടുക്കുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. തുടർന്ന് കേരളവർമ്മ കോളേജിൽ നിന്നും ഉയർന്ന റാങ്കോടെ ബിരുദ പഠനം പൂർത്തിയാക്കിയപ്പോൾ പരിഹസിച്ചവർക്കുള്ള മറുപടിയായി പൂർവാധികം ശക്തിയോടെ തിരിച്ചുവരുന്ന കാഴ്ചയാണ് കണ്ടത്. എനിക്ക് BSc പാസ്സായപ്പോൾ റാങ്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് എഴുത്തു വന്നു, അവരുടെ ജോലിക്ക് ശ്രമിക്കുകയാണെങ്കിൽ ആദ്യം ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യണം. പ്രൊബേഷണറി ഓഫീസർ പോസ്റ്റാണത് അന്ന് അവർ ഓഫർ ചെയ്തത്. അന്ന് പോയിരുന്നെങ്കിൽ ഓഫീസറായിട്ട് റിട്ടയർ ചെയ്യാൻ പറ്റുമായിരുന്നു, വലിയ ആളാവുമായിരുന്നു. അപ്പോൾ എന്നിട്ട് അവർ തന്നെ അല്ലേ ഇതിൻ്റെ നിങ്ങൾ ഫർദർ സ്റ്റഡീസിനാണ് പ്രോഗ്രാം എന്നുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിച്ചാൽ മതി. അപ്പോൾ ഞാൻ അറിയിച്ചു, ഞാനിങ്ങനെ MSc പഠിക്കേണ്ടത്, എനിക്കതാണിത്. അപ്പോഴവിടെ വീണ്ടും ഒരു എഴുത്ത്, MSc കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ജോലിക്ക് വരാൻ താല്പര്യമാണെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അതിന് താങ്ക് യു എന്ന് പറഞ്ഞൊരു മറുപടി അയച്ചു. അത്രയേ ഉള്ളൂ. കാരണം എനിക്ക് മനസ്സിൽ ഈ ഒരു ജോലി എന്നെ മനസ്സിൽ കണക്കാക്കിയിട്ടേ ഉള്ളൂ. ഇതെന്നെ കിട്ടും, ഇത് അന്ന് അത്രയ്ക്കൊരു കഷ്ടമില്ലാത്തൊരു കാലം. അപ്പോൾ പിന്നെ അത് തന്നെ വേണമെന്ന് മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. തീവ്രമായ പരിശ്രമവും അടങ്ങാത്ത ഇച്ഛാശക്തിയും കൈമുതലായുണ്ടെങ്കിൽ വിചാരിച്ച ഏത് കാര്യവും
നമുക്ക് സ്വായത്തമാക്കാമെന്ന് തെളിയിക്കുന്നതായിരുന്നു ബാലസുബ്രഹ്മണ്യത്തിൻ്റെ യൗവനകാലം. ഇതിനിടെ വ്രതാനുഷ്ഠാനങ്ങൾക്കും കുടുംബ പരദേവതയായ സീതാരാമസ്വാമിയുടെ ദർശനത്തിനും അദ്ദേഹം പ്രാധാന്യം നൽകിയിരുന്നു. തിരുനെൽവേലിക്കാരിയായ സാവിത്രിയെ 1971 സെപ്റ്റംബർ 15 തൻ്റെ ജീവിത സഖിയായി അദ്ദേഹം സ്വീകരിച്ചു. ഏകമകൻ ശ്രീധർ ബാലസുബ്രഹ്മണ്യൻ ഇന്ന് അമേരിക്കയിൽ ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിയിൽ IT വിദഗ്ധനാണ്. ദേഷ്യമില്ല, ഇപ്പോഴാണ് കുറച്ച് വരാൻ തുടങ്ങി പ്രായം കൊണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടു, അത്രയേ ഉള്ളൂ. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ആരുടെ അടുത്ത് അങ്ങനെ ചാടി ഒന്നും പോവില്ല. വീട്ടിലെ എല്ലാവർക്കും അതന്നെ, ഇയാൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അങ്ങനെ ആരുടെ അടുത്ത് ദേഷ്യപ്പെടില്ല. ഏത് കാര്യം പറഞ്ഞാലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു പറയും. അത്രയും എൻ്റെ വീട്ടിലും ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ എൻ്റെ ജീവിതത്തിൽ വിവിധ ഘട്ടങ്ങളിൽ പലതരം റോളുകളാണ് എടുത്തിട്ടുള്ളത്. ചിലപ്പോൾ ഒരു മെൻറ്റർ, അല്ലെങ്കിൽ ഒരു ലീഡർ, ടീച്ചർ, എല്ലാത്തിലും ഉപരി ഒരു നല്ല ഫ്രണ്ട്. ഭയങ്കര ട്രസ്റ്റാണ് അച്ഛന്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വീട്ടിലൊരു ഓപ്പൺ പേഴ്സ് ഉണ്ട്. അതിൽ പൈസ അച്ഛൻ വെച്ചിട്ടുണ്ടാവും. എപ്പോൾ വേണമെങ്കിൽ എനിക്ക് അതിൽ നിന്ന് പൈസ എടുക്കാം. പക്ഷേ അടുത്തൊരു ഡയറി ഉണ്ടാവും. എത്ര എടുക്കുന്നു, എന്തിനെടുക്കുന്നു എന്ന് അതിൽ എഴുതണം. അത് ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് വാല്യൂ ഫോർ മണി പഠിപ്പിച്ചു, അക്കൗണ്ടബിലിറ്റി പഠിപ്പിച്ചു, റെസ്പോൺസിബിലിറ്റി പഠിപ്പിച്ചു. ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് LKG മുതൽ എൻജിനീയറിംഗ് വരെ എന്നെ മാത്സ് എപ്പോഴും അച്ഛനാണ് പഠിപ്പിച്ചിട്ടുള്ളത്. വളരെ എൻജോയ് ചെയ്തിട്ടുണ്ട് ഞാൻ ആ സെഷൻസ്. ഇപ്പോൾ എൻ്റെ മകൻ ഫോണിൽ കൂടെ അച്ഛൻ്റെ അടുത്ത് കാൽക്കുലസും അനലിറ്റിക്കൽ ജോമെട്രിയും വെക്ടറും ഒക്കെ പഠിപ്പിക്കുന്നു. ഞങ്ങളുടെ പഠിത്തം എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യാസമായിട്ടുള്ളതാണ്. പുസ്തകവും പേപ്പറും പേനയൊന്നുമില്ല. പലപ്പോഴും ചെടി നനയ്ക്കുമ്പോഴും അല്ലെങ്കിൽ യാത്രകൾക്കിടയിലും ബസ്സിലും ട്രെയിനിലുമൊക്കെയാണ്. മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഞങ്ങൾ രണ്ടുപേരും കൂടി റൗണ്ടിൽ നടക്കാൻ പോകും, തൃശ്ശൂർ റൗണ്ടിൽ. അപ്പോഴാണ് അച്ഛൻ എന്നെ ഇങ്ങനെ ഈ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. ഒരു തമാശയിലൂടെ തുടങ്ങി, അല്ലെങ്കിൽ ഒരു ലൈവ് എക്സാമ്പിൾ കൂടെ തുടങ്ങിയിട്ട് മെല്ലെ സ്മൂത്തായിട്ടൊരു തീരത്തിലേക്ക് പോകും. അതാണ് അച്ഛൻ. ഗുകാരോരന്ധകാരശ്ച രുകാരോ തത്നിരോധക അന്ധകാരനിവർത്തിത്വാദ് ഗുരുരിത്യഭിധീയതേ എന്നാണ് ഗുരുവിൻ്റെ നിർവചനം. സ്ഥാണു നിഗമന ന്യായപ്രകാരം ശിഷ്യരുടെ മനസ്സിലെ ഇരുട്ടിനെ എടുത്തുമാറ്റി പകരം വെളിച്ചം നിറയ്ക്കുന്ന ഈ ഗുരുവും ഓരോ വ്യക്തിയിലെയും അവനവനെ അറിയുന്നതിന് സാഹചര്യമൊരുക്കുകയാണ്. വഴിതെറ്റി അലയുന്നവരെ നേർവഴിക്ക് നയിച്ച ഈ ഗുരു ഉറങ്ങുന്നവരെ വിളിച്ചുണർത്തി പ്രവർത്തനക്ഷമമാക്കുവാനും ശ്രമിച്ചു. ഒരേ സമയം നല്ല സുഹൃത്തായും ഗുരുനാഥനായും രക്ഷാകർത്താവായും മകനെ, മകളെ എന്ന വാത്സല്യപൂർവമുള്ള വിളികളാൽ അഭിസംബോധന ചെയ്തു. അതുകൊണ്ട് തന്നെ ഏത് വിദ്യാർത്ഥിക്കാണ് ഈ മാഷിനെ മറക്കാനാവുക? 53ാമത്തെ കൊല്ലാണിത് കോളേജിൽ പഠിപ്പിക്കണത്. ഡിഗ്രി എൻ്റെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ഈ 53 കൊല്ലം. പ്രീ ഡിഗ്രി ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ ഡിഗ്രി പഠിപ്പിക്കാതിരിക്കാൻ പറ്റിയിട്ടില്ല. സാധിച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടം ഡിഗ്രിയാണ്. അധ്യാപനം എന്നുള്ളതൊരു കലയാണ്. അറിവ് മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അതിന് വേണ്ട നെമോണിക് വാക്കുകളോ സന്ദർഭങ്ങളോ പറഞ്ഞ് മനസ്സിലാക്കണം. ആ വിധമായ എല്ലാ കഴിവുകളുമുള്ള ഒരു അധ്യാപകനാണ് ശ്രീ ബാലസുബ്രഹ്മണ്യൻ. അദ്ദേഹം ആദ്യം മുതൽ തന്നെ ഈ ജോലി വേണം എന്ന് പറഞ്ഞുള്ളതിൻ്റെ കൊണ്ട് മാത്രമാണ് ഇതിലേക്ക് പോയത്. സാർ ഒരു ഈഗോ ഇല്ലാത്തൊരു ടീച്ചറാണ്. ഒരു അധ്യാപകൻ, അതായത് ഒരു 100 അധ്യാപകർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, 100% അധ്യാപകർ എടുത്തു കഴിഞ്ഞാൽ പലരുടെയും മനസ്സിൽ നമുക്ക് കാണാം ഒരു ഈഗോ ഉണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഈവൻ ഞാൻ തന്നെ ഒരു അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്നെ തന്നെ ഞാൻ പറയുകയാണ്. വളരെ സിമ്പിളായിട്ട് കുട്ടികളെ മോളെ, മോനെ എന്ന് വിളിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ അത് വളരെയധികം നന്നായി തന്നെ ഉണ്ടായിട്ടുണ്ട്.
ഗണിതത്തെ സ്നേഹിക്കുന്ന ഒരു അന്തരീക്ഷം ഒരുക്കി കൊടുക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നതെന്നും അതിലെ മുത്തുകൾ പെറുക്കിയെടുക്കേണ്ടത് ശിഷ്യന്മാരുടെ ചുമതലയാണെന്നും അദ്ദേഹം പറയുന്നു. ദേഷ്യപ്പെട്ട് പഠിപ്പിക്കേണ്ട ഒരു വിഷയമല്ല ഗണിതമെന്നും താൻ ഒരിക്കൽ പോലും ഒരു കുട്ടിയെ ദേഷ്യപ്പെട്ടോ ശകാരിച്ചിട്ടോ പഠിപ്പിച്ചിട്ടില്ല എന്നും അദ്ദേഹം ഏറെ അഭിമാനത്തോടു കൂടി പറയുന്നു. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കുട്ടിയോട്, ആ കുട്ടി ഒരു ഉത്തരം പറഞ്ഞു, മിസ്റ്റേക്ക് ഉണ്ടായിരിക്കാം. രണ്ടാമത് കുറച്ചുകൂടി ശാന്തമായിട്ട് ആ ചോദ്യം തന്നെ ചോദിക്കണം. അയാൾ പറഞ്ഞോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. ആ കുട്ടി പേടിക്കും. സ്വതേ കണക്കിനോട് ദേഷ്യം ഇങ്ങനെ ഒരു ഭീഷണിപ്പെടുത്തൽ കൂടി വരുമ്പോൾ അത് സ്വാഭാവികമായിട്ട് ഇത് വരും. അത് വാസ്തവത്തിൽ അങ്ങനെയാണത്. കുറച്ചുകൂടി കൂടുതലായിട്ട് ഒന്ന് കുട്ട പേടിക്കണ്ടെന്നേ, അത് ശരിയാക്കാന്നേ എന്നൊക്കെ പറഞ്ഞ് കുറച്ചൊരു എൻകറേജിങ് മെത്തേഡിൽ ചോദിച്ചാൽ അത് ശരിയാവും. ദേഷ്യപ്പെടുത്തി കരയിച്ചുകൊണ്ട് അതിനെ കണക്ക് പഠിപ്പിച്ചാൽ നടക്കില്ല. കാരണം ഒരാൾ വിചാരിച്ചാലും കുതിരയെ വെള്ളത്തിൻ്റെ അടുത്ത് എത്തിക്കാൻ പറ്റും, 17 പേര് വിചാരിച്ചാലും കുടിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതേമാതിരിയാണ് ഇത്. കുട്ടി തന്നെ മനസ്സ് വയ്ക്കണത് ശരിയാകണമെങ്കിൽ ആ കുട്ടി അത് മനസ്സ് വയ്ക്കാനുള്ള പ്രേരക ശക്തിയാവണം അധ്യാപകനും മുതിർന്നവരും. നീണ്ട 32 വർഷത്തെ ശ്രീകൃഷ്ണ കോളേജിലെ ഔദ്യോഗിക ജീവിതത്തിനു ശേഷം 2000 അദ്ദേഹം അവിടെ നിന്നും പടിയിറങ്ങി. മനസ്സിൽ യുവത്വം കാത്ത് സൂക്ഷിച്ചുകൊണ്ടും തനിക്ക് ജോലി തന്ന ഗുരുവായൂരപ്പനോട് അകമഴിഞ്ഞ നന്ദി മനസ്സിൽ കാത്ത് സൂക്ഷിച്ചുകൊണ്ടും ഇന്ന് തൃശൂർ ശക്തൻ തമ്പുരാൻ കോളേജ് ഓഫ് മാത്തമാറ്റിക്സിലെ ക്ലാസ് മുറികളിൽ ഊർജ്ജസ്വലനായി ഗണിതശാസ്ത്രം ക്ലാസ് എടുക്കുമ്പോൾ അത് BSc ഗണിതശാസ്ത്രം ഒരാൾ തന്നെ 52 വർഷം തുടർച്ചയായി ക്ലാസ് എടുക്കുന്ന റെക്കോർഡായിരിക്കാമെന്ന് ഈ കോളേജിന്റെ പ്രിൻസിപ്പൽ ശ്രീ അജിത് രാജ പറയുന്നു. അദ്ദേഹം പഠിപ്പിച്ച 53 വർഷവും BScക്ക് ക്ലാസ് എടുക്കാനായിട്ട് ഭാഗ്യം കിട്ടിയിട്ടുള്ള വളരെ വലിയൊരു വ്യക്തിയാണ് അദ്ദേഹം. കാരണം അങ്ങനൊരു ഭാഗ്യം കിട്ടിയിട്ടുള്ള ആൾക്കാർ കേരളത്തിൽ വളരെ ചുരുക്കം പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം 53 വർഷമോ അതിൽ കൂടുതലോ പഠിപ്പിച്ചിട്ടുള്ള ഒരുപാട് അധ്യാപകരുണ്ടാവാം. പക്ഷേ BSc മാത്തമാറ്റിക്സ് മെയിനിന് തന്നെ 53 വർഷവും ക്ലാസ് എടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ശരിക്കും നമ്മൾ പഠിക്കുന്നത് സൈൻ തീറ്റ കോസ് തീറ്റ എന്നൊക്കെ പറയുമ്പോൾ ഒരു സാധാരണക്കാരന് അതിൻ്റെ ആവശ്യം വരില്ല. ഒരു ആശാരിക്ക് വേണം. പക്ഷേ ഈ ആശാരി സൈൻ തീറ്റയെക്കുറിച്ച് അറിയാണ്ട് തന്നെ ആശാരി കാര്യങ്ങൾ നടത്തും. പക്ഷേ ഇതിൻ്റെ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നെ ഇപ്പോൾ ആ ഒരു ആർച്ച് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ആർച്ച് വിചാരിച്ചാൽ കുറച്ച് ലാഭമുണ്ട് എന്ന് പറഞ്ഞാൽ ആ ആർച്ചിൻ്റെ അങ്ങനെ ആക്കുന്നതിലത്തെ സാങ്കേതികത്തിൽ മാത്തമാറ്റിക്സും ഉണ്ട്. ഈ മാത്സ് അറിഞ്ഞോളണം എന്നില്ല. അതിന് പറയാറുണ്ട് ഇലക്ട്രീഷ്യൻ ഈസ് ഡിഫറെൻറ്റ് ഫ്രോം ഇലക്ട്രിക്കൽ എഞ്ചിനീയർ. ഇലക്ട്രിക്കൽ എഞ്ചിനീയർ പഠിച്ച കാര്യങ്ങളൊന്നും ഇലക്ട്രീഷ്യൻ പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ചിലപ്പോൾ ഈ ഇലക്ട്രീഷ്യൻ വേണ്ടി ഒരു കാര്യം നടത്താൻ. അപ്പോൾ നമ്മൾ ഈ ഉപയോഗിക്കുന്ന മാത്സ് അതേമാതിരി ഉപയോഗിക്കുന്നത് അധ്യാപകൻ്റെ ജീവിതത്തിൽ മാത്രമേ ഉള്ളൂ. വേറെ ഒരു സ്ഥലത്ത് മാത്രം അങ്ങനെ തന്നെ ഉപയോഗിക്കലൊന്നുമില്ല. എന്തായാലും കംപ്ലീറ്റ് ക്ലാസ്സിനെ മുഴുവൻ പറഞ്ഞ് മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ല. ഒരു ലെവൽ വരെയേ പറ്റുള്ളൂ. ആ ഒരു ലെവൽ വരെ പറ്റുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ് മനസ്സിലായ ചില കുട്ടികൾക്ക് ഇത് കാണുന്നില്ല എന്നൊരു തോന്നലുണ്ടാകും. അത് ഞാൻ കണ്ടിട്ടുണ്ട് കണ്ണിന് നേരെ. ആദ്യത്തെ പ്രാവശ്യം വളരെ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അവരത് മൈൻഡ് ചെയ്യില്ല. പിന്നെ നമ്മൾ പറയണത് എന്ന് വെച്ചിട്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മളൊരു ഇടനിലക്കാരെയാണ് നമ്മുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ടോപ്പിനെയോ ഏറ്റവും മോശമായതിനെ ഏറ്റവും ടോപ്പുകാർ നോക്കി ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നമ്മുടെ ശ്രദ്ധ മുഴുവൻ ആ ഇടനിലക്കാരുടെ അടുത്താണ്. അവരാണ് ശ്രദ്ധിക്കുക. പക്ഷേ എന്ത് വന്നാലും എല്ലാവരെയും അങ്ങനെ തൃപ്തിപ്പെടുത്താൻ പാകത്തിലോ എല്ലാവർക്കും മനസ്സിലാവാൻ പാകത്തിലോ ക്ലാസ് എടുക്കാൻ അത്ര എളുപ്പമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. ഇന്ന് വേഷത്തിൽ മാത്രമേ മാറ്റമുള്ളൂ, മനസ്സ് പഴയതുപോലെ തന്നെയാണെന്ന് TSB പറയുന്നു. ആശയവിനിമയത്തിന് ഇംഗ്ലീഷ് ഭാഷ അനിവാര്യമാണെങ്കിലും വിദ്യാർത്ഥിക്ക് മനസ്സിലാകുന്നതിന് മാതൃഭാഷയാണ് ഉചിതമെന്ന് അദ്ദേഹം പറയുന്നു. ഗണിതശാസ്ത്ര തത്വങ്ങളെ സിനിമാ പാരഡികളിലൂടെയും തമാശകളിലൂടെയും ശിഷ്യരിലേക്ക് പകരുകയാണ് ഇദ്ദേഹം. പാരഡി കാരണം എന്താ വെച്ചാൽ ശരിക്കുള്ള പാട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു, അത് ശരിയായില്ല. അപസ്വരം അവതാളമൊക്കെയാണ് ഇത്. അതെങ്ങനെയാണ് നേരെയാവുക?
അപ്പോൾ അത് തീർക്കണം. അത് തീർക്കാൻ വേണ്ടി പാരഡിയാക്കി. പാരഡി അവന് വേറൊരു കാര്യം, ഈ കുട്ടികളെ കൊണ്ട് പോകില്ല ടൂറ്, അപ്പോൾ അവരെ എൻ്റർടൈൻ ചെയ്യണം. ആർക്കും എൻ്റെ അടുത്ത് ഒരു പരിഭ്രമം ഉണ്ടായിട്ടില്ല. മനസ്സിലായോ? അവിടെ എന്ത് വിചാരിക്കാവോ, എങ്ങനെയാണാവോ, ആർക്കും ഇതേവരെ വേണ്ടി വന്നിട്ടില്ല. ഒരു ഫ്രീ ആയിട്ട് പെരുമാറും. ആ ഫ്രീ ആയിട്ട് പെരുമാറിയാലേ എനിക്ക് പഠിപ്പിക്കാനും പറ്റുള്ളൂ. അപ്പോൾ അവരുടെ ഒപ്പം പോകാൻ വേണ്ടി അവർക്കിപ്പോൾ ഇവരുടെ അടുത്ത് സംഗീതജ്ഞാനമോ എന്നൊന്നും പറഞ്ഞാൽ അത് ഏൽക്കില്ല. അപ്പോൾ അവരുടെ അടുത്ത് അത് ഏൽക്കണമെങ്കിൽ സിനിമാ പാട്ടുകളൊക്കെ അവർ തന്നെ പാടുകയും ചെയ്യും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ വേഷം കെട്ടുകളൊക്കെ ചേർത്ത് VD രാജപ്പനെ മാനസിക ഗുരുവാക്കി വിചാരിച്ച് അങ്ങനെയാണ് ആ പരിപാടികൾ നടത്തുന്നത്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ആ ഒരു സ്ഥിതി വെച്ചപ്പോൾ 13-4 പറഞ്ഞാൽ എനിക്ക് ഉടനെ 52 എന്ന് പറയാൻ പറ്റിയിരുന്നു. 13-4-52. പക്ഷേ ഇപ്പോൾ 13-4 പറഞ്ഞാൽ വേഗം കാൽക്കുലേറ്റർ എടുക്കും, അല്ലെങ്കിൽ മൊബൈൽ എടുത്ത് ചെയ്യും. അപ്പോൾ ഒരു സ്ഥലത്ത് 52 കണ്ട് ഒരു സ്ഥലത്ത് 13-4 അല്ലെങ്കിൽ 52/13 എന്ന് പറഞ്ഞാൽ വെട്ടിക്കുറച്ച് 4 ആക്കൽ അത് പഴയത്ര സ്പീഡിൽ കുട്ടികളെ കൊണ്ടാവില്ല. ഈ സാധനത്തിൽ വേണം നോക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ അത്ര വേഗം കിട്ടില്ല. 13 സോപ്പുകൾക്ക് 52 രൂപ വിലയാണെങ്കിൽ ഒരു സോപ്പിൻ്റെ വില എത്ര എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലുള്ള 4 ഫ്ലാഷ് ചെയ്യും. അങ്ങനെ ഒരു ഫ്ലാഷിങ് ഇപ്പോഴത്തെ മെത്തേഡിൽ ഈ കുട്ടികൾക്ക് കിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഞങ്ങളുടെയൊക്കെ തലമുറയിൽ 16 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പറഞ്ഞു തന്നിരുന്നു. 1 രൂപയ്ക്ക് 16 അണയായിരുന്നു ആ കാലഘട്ടത്തിൽ, നയാപൈസയ്ക്ക് മുമ്പത്തെ കാലഘട്ടം. അപ്പോൾ ഞങ്ങൾക്ക് 16 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പറഞ്ഞു തന്നു. ഇപ്പോൾ 10 പൈസയുടെ 10ൻ്റെ പേര് മൾട്ടിപ്പിൾ വേണ്ടു. അപ്പോൾ ചില മൾട്ടിപ്ലിക്കേഷൻസ് കുട്ടികൾക്ക് ഒന്ന് നോക്കേണ്ടി വരും. ഇപ്പോൾ 13-6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 16 വരെ അറിയുള്ളൂ, 60. അതും ചെറിയൊരു വ്യത്യാസം ഞങ്ങളുടെ കാലത്തും ഇപ്പോൾ ചില ഗ്രാമങ്ങളിലെ സ്കൂളുകളിലും ഉണ്ട്. ഈ മെരുക്കപ്പെട്ടിയൊക്കെ പഠിപ്പിക്കുന്നത് ഒരു ഈണത്തിലാണ്. 1 2 2 2 4 3 2 6 എന്നൊക്കെയാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. ഇപ്പോഴും ചില കുഗ്രാമങ്ങളിൽ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. ടൗണിൽ അത്ര അതില്ല, കുറച്ച് കുറഞ്ഞിരിക്കണം പൊതുവേ. അതൊക്കെ 2 × 3 = 6 എന്നൊക്കെയാണ് ഇപ്പോൾ ഒരു ഇത്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനോട് ഞാൻ എതിരല്ല കേട്ടോ. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കുന്നതിനോടും ഞാൻ എതിരല്ല. കാരണം ഹിന്ദി നമുക്കെല്ലാവർക്കും കൂടി അറിയാത്ത ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും അറിയില്ല ഹിന്ദി. ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് തന്നെ വേണം. അപ്പോൾ ഇംഗ്ലീഷോട് ഞാൻ എതിരേ അല്ല, ഇംഗ്ലീഷ് വേണം. പക്ഷേ ഈ ഉള്ളിൻ്റെ ഉള്ളിൽ നിൽക്കണമെങ്കിൽ എൻ്റെ ഒരു കണക്കൂട്ടൽ, ഒരു സംഗതി നമുക്ക് മനസ്സിലാലോചിക്കുന്നത് നമ്മുടെ മാതൃഭാഷയിലേ പറ്റുള്ളൂ. 17 പുസ്തകത്തിന് 34 രൂപ. ഒരു പുസ്തകത്തിന് ഒരു മിനിറ്റ് നമുക്ക് അത് ആലോചിക്കുന്നത് എനിക്കൊക്കെ മലയാളത്തിലേ പറ്റുള്ളൂ, ഇംഗ്ലീഷിൽ പറ്റില്ല. 14 17 പിന്നെ പുറത്ത് വരുമ്പോൾ അത് ഇംഗ്ലീഷിലാവാമെന്നല്ലാതെ എൻ്റെ അഭിപ്രായം അധികം പേർക്കും അങ്ങനെ തന്നെയാണ്. മാതൃഭാഷയിലേ ആലോചിക്കാൻ പറ്റുള്ളൂ, വേറൊരു ഭാഷയിൽ ആലോചിക്കൽ അത്ര എളുപ്പമാണെന്ന് തോന്നില്ല. സാധിക്കുമായിരിക്കും, ചിലവർ വളരെ റെയറായിട്ട് കുറച്ച് പേർക്ക് പറ്റുമായിരിക്കും. അപ്പോൾ ആ രീതി, ആ പഴഞ്ചൻ രീതിയിൽ വന്ന ഞങ്ങളെ മാതിരിയുള്ളവർക്ക് ഇതിനോട് പൊരുത്തപ്പെട്ടു പോകാൻ മുഴുവൻ എളുപ്പമല്ല. കുട്ടികളെ ഏത് സമയത്തും ഓരോ കാര്യങ്ങളിൽ വ്യാപൃതരാക്കി നിർത്തണം, അല്ലെങ്കിൽ വഴിതെറ്റും എന്ന് പറയുന്ന ഇദ്ദേഹം അധ്യാപകർക്കിടയിൽ വേറിട്ട വഴികളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. മറക്കാനാവാത്ത ഗുരുശിഷ്യ ബന്ധം സമ്മാനിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ക്ലാസുകൾ അതിൻ്റെ അഗാധത നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അയ്യർ സമുദായത്തിലെ സ്ത്രീധനം എന്ന ദുരാചാരത്തിനെതിരെ TSB 2-3 നാടകങ്ങൾ രചിച്ചിട്ടുണ്ട്. ശാസ്ത്ര സാഹിത്യ പരിഷത്തുമായി സഹകരിച്ചു പ്രവർത്തിക്കുന്ന ഇദ്ദേഹം മറ്റു പല കർമ്മമണ്ഡലങ്ങളിലും സജീവമാണ്. പൂങ്കുന്നം ബ്രാഹ്മണ സമൂഹത്തിൻ്റെ കാര്യങ്ങളിൽ മുഴുകുന്നതിനോടൊപ്പം തന്നെ ശിഷ്യരുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും അദ്ദേഹം സമയം കണ്ടെത്താറുണ്ട്. ചെറിയ ചില സോഷ്യൽ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്, സമുദായ പ്രവർത്തനങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാണ്ട് ഇല്ല, വേറെ ഒന്നും ചെയ്തില്ല. ഈ കുട്ടികളുടെ ക്ലാസ് എടുക്കൽ കൂടാതെ അധ്യാപകർക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്. അധ്യാപകർക്ക് മാത്തമാറ്റിക്സ് മെയ്ഡ് ഫൺ, ഗണിതം ഫലിതം മധുരം, അതാണ് എൻ്റെ പരിപാടി. അപ്പോൾ ഈ സ്കൂൾ അധ്യാപകർക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി എന്നെ പലപ്പോഴും വിളിക്കാറുണ്ട്, പല സ്ഥലത്തും വിളിക്കാറുണ്ട്. ഞാൻ മാഹി വരെ പോയിട്ടുണ്ട്, അപ്പുറത്ത് ഡൽഹിക്കും പോയിട്ടുണ്ട്. ജോയ് ഓഫ് ലേണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊക്കെ എന്നെ വിളിക്കാറുണ്ട്. ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാരുടെ ബാക്ക്ഗ്രൗണ്ടിലാണ് പോകാറ് കേട്ടോ. റൈസ് യുവർ ഹാൻഡ്, ടച്ച് യുവർ ബാക്ക്, ടച്ച് യുവർ ഷോൾഡർ, ടച്ച് യുവർ സ്റ്റമക്ക്,
ടച്ച് യുവർ ഇയർ, ടച്ച് യുവർ ഹെഡ്, ടച്ച് യുവർ ഫോർ ഹെഡ്, ടച്ച് യുവർ നെക്ക്. ഏതാണ്ട് 23 വയസ്സിലാണ് ഞാൻ അധ്യാപകനാവുന്നത്. അപ്പോൾ ഒരു രസം, കേരള കോളേജിൽ പഠിച്ചു, സെൻറ് തോമസിൽ പഠിച്ചു, കഴിഞ്ഞ് ശ്രീകൃഷ്ണയിൽ വന്നപ്പോൾ ഞങ്ങൾ ആകെ 38 അധ്യാപകരുള്ളൂ കോളേജിലന്ന്. ആകെ ഒരു രസമായിരുന്നു, ഒരു 1000 താഴെ കുട്ടികളും. ആകെ ഒരു രസമായിരുന്നു. അതിൽ പലരും എൻ്റെ കൂടെ കേരള കോളേജിൽ ജൂനിയേഴ്സായിട്ട് പഠിച്ചവരാ, അവിടെ അന്നത്തെ വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഒരു കൂട്ടുകാരുടെ ഒരു ഫീലിംഗാണ് വന്നത്. അപ്പോൾ അതങ്ങനെ സുഖമായിട്ട് അവരൊപ്പം കൂടി. ആ സമയത്ത് അവിടെ ഇംഗ്ലീഷിലൊരു വാസുണ്ണി മാഷുണ്ടായിരുന്നു. അങ്ങോരായിരുന്നു ഫൈൻ ആർട്സിൻ്റെ ചാർജ്. അപ്പോൾ അങ്ങോരെ ഞങ്ങളെ ചെറുപ്പക്കാരെക്കുറിച്ച് ഓരോരുത്തരും ഒരു ജോലി ഏൽപ്പിക്കും. അപ്പോൾ എനിക്ക് അധികം തന്നിരുന്ന അനൗൺസ്മെൻറ്റാണ്. നെക്സ്റ്റ് നമ്പർ 23 ഒക്കെയാണ്. അവിടെ ഈ ഡി സോൺ പരിപാടികളൊക്കെ നടക്കുമ്പോഴും എനിക്കൊരു ആ ചുമതലയൊക്കെ തരും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ വാസുണ്ണി സാറ് റിട്ടയർ ചെയ്യാൻ ഒരു വയ്യായ്മ വന്നപ്പോൾ ഇന്നൊരു കാര്യം ചെയ്ത് സ്വാമിയാവുക അടുത്ത ഫൈൻ ആർട്സ് എന്ന് പറഞ്ഞു. രസമല്ലേ, കുട്ടികളോടൊപ്പം ഇങ്ങനെ മിങ്കിൾ ചെയ്യാമല്ലോ വിചാരിച്ച് ഞാൻ ഏറ്റെടുത്തു. പിന്നെ വേറൊരു ഉദ്ദേശം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ആ തലമുറ പതുക്കെ കുറേശ്ശെ വേറെ വഴികൾക്കൊക്കെ തിരിയുന്ന മാതിരി ഒരു തോന്നൽ വന്നു. ചിലവർക്ക് ഒരു നശീകരണ പ്രവണതയും നമ്മുടെ കോളേജിൽ നല്ല പൊതുവേ. അപ്പോൾ എനിക്ക് തോന്നി ഈ യുവതലമുറയെ എവിടേക്കെങ്കിലും ഒരു വഴി അവർക്ക് കാണിച്ചു കൊടുത്തില്ലെങ്കിൽ അവരുടെ പോക്കത്തിൽ ബുദ്ധിമുട്ടാവും. അവർക്കൊരു ചാനൽ കൊടുത്തില്ലെങ്കിൽ അവരുടെ കുറച്ച് വിനാശകരമായിട്ടുള്ള രീതിയിലേക്ക് പോകുമെന്നൊരു പേടി തോന്നി. അപ്പോൾ അവരുടെ പാട്ട് പാടുമ്പോൾ അവരുടെ കൂടെ നിൽക്കുക, ഫൈൻ ആർട്സിൻ്റെ പരിപാടിക്ക് കൂടെ നിൽക്കുക, അവരൊക്കെ താല്പര്യമായിട്ട് ഇങ്ങോട്ട് വരും. ഒരു ഓപ്പൺ സ്റ്റേജിൽ വെച്ച് അവരുടെ കോമ്പറ്റീഷൻസ് നടത്തുമ്പോൾ കൂടുതൽ ആൾക്കാർ കാണാൻ വരും. എനിക്ക് അതിൽ പങ്കെടുക്കണം തോന്നും. അതേമാതിരി അവരുടെ സ്പോർട്സിലും അത് അവർ ഓടുമ്പോൾ ഇനി അടുത്ത ഹൈ ജമ്പ് എന്നൊക്കെ പറഞ്ഞ് അനൗൺസ് ചെയ്യുക, അവർ വരും. അല്ല മാഷേ ഞാനാണ് അടുത്തതെന്നൊക്കെ വരുമ്പോൾ അവരെ ഒന്ന് എൻകറേജ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ കുട്ടികൾ കൂടുതൽ ആൾക്കാർ ബാക്കിയുള്ളതൊക്കെ വിട്ടിട്ട് ഇതിലേക്ക് വന്നു. അത് നല്ലൊരു വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂട്ടുകാരും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇവരെ ഒന്ന് കൊണ്ടുപോകണം എവിടേക്കെങ്കിലും. ഡി സോണിൽ കൂടുതൽ ഇത് കിട്ടിയ കഴിഞ്ഞാൽ നമ്മൾ ഇവരെയും കൂടെ അടുത്ത സ്റ്റേജിലേക്ക് ഇൻ്റർ സോണിലേക്ക് പോകണം. കോഴിക്കോടാവും അല്ലെങ്കിൽ എരിഞ്ഞാലക്കുടയാവും. ഇവരൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് വരും. അവരുടെ കൂടെ പോകുമ്പോൾ ഒരു മാഷ് കൂടെ വേണം, ഒരു ടീച്ചർ കൂടെ വേണം. പെൺകുട്ടികളൊക്കെ ഉള്ളതല്ലേ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ വിളിക്കും, ഞാൻ കൂടെ പോകും. ഇതായിരുന്നു അതിൻ്റെ മെയിൻ ഉദ്ദേശം. കുട്ടികളൊക്കെ എന്തെങ്കിലും ഒരു ജോലി കൊടുത്തില്ലെങ്കിൽ അവർ വഴിതെറ്റി പോകാനൊരു സാധ്യതയുണ്ട്. അതിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുക. ചിലപ്പോൾ ക്യാമ്പുകളൊക്കെ ഉണ്ട്. ഈ ക്യാമ്പുകൾക്കൊക്കെ എന്താ വെച്ചാൽ മാഷെ വിളിക്കും. മാഷ് വന്ന കുട്ടികൾക്ക് ഹരാണ്. കാരണം ഈ കുട്ടികളെ ശരിക്കും ചാടിക്കും. പാട്ടുണ്ട് മാഷ് പാട്ട് പാടും, അതേപോലെ തന്നെ കളിക്കും. ഇതിൻ്റെ ഇടയിൽ കൂടെ കണക്കുമുണ്ട്. അപ്പോൾ അങ്ങനത്തെ കണക്കിൻ്റെ കളികളും കണക്കിൻ്റെ പാട്ടും അങ്ങനെയൊക്കെ ആയിട്ട് കണക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് ഇത്ര ഈസിയാണ് അല്ലേ, അല്ലെങ്കിൽ ഇത്ര സമീപിക്കാൻ ഒരു വിഷമമില്ലാത്തൊരു സാധനമാണ് ഈ കണക്ക് എന്ന് അങ്ങനെയല്ല. ഓരോ വിദ്യാർത്ഥിക്കും അത് ബോധ്യമാകുന്ന വിധത്തിലുള്ള ഒരു സമീപനം മാഷയുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഒരു ബെഞ്ചിൽ 4 കുട്ടികളിരിക്കുന്നുണ്ട്. അവർ തമ്മിലൊരു പ്രത്യേക കണക്ഷൻ ഉണ്ട് അവരുടെ പേരുകൾ തമ്മിൽ. ആദ്യത്തെ പയ്യൻ്റെ പേര് ബാലകൃഷ്ണൻ, രണ്ടാമത്തെ പയ്യൻ്റെ പേര് രാമസുബ്രഹ്മണ്യൻ. പിന്നത്തെ 2 പേരുടെ ഒരു പ്രത്യേകത ഈ 2 പേരുകളിൽ നിന്ന് കിട്ടിയതാണ്. ആ 2 പേരുടെ പേരുകൾ ആർക്കെങ്കിലും പറയാൻ പറ്റുമെന്നൊന്ന് ആലോചിക്കുക. ഞങ്ങളുടെ അവിടെ യങ്സ്റ്റേഴ്സ് എല്ലാവരും കൂടി ചേർന്ന് ബ്രാഹ്മിൻസുമായിട്ട് ബന്ധപ്പെട്ട ചില നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. 1-2 ഡയലോഗ് ഞാൻ തന്നെയാണ് എഴുതിയത്. തമിഴെന്ന് പറഞ്ഞാൽ കേരളത്തിലെ പരദേശ ബ്രാഹ്മണർ സംസാരിക്കുന്ന അശുദ്ധമായ തമിഴ്. ആ തമിഴിൽ ചില നാടകങ്ങൾ ഞാൻ തന്നെ 2-3 ഡയലോഗ് എഴുതിയിട്ടുണ്ട്. കൈ നിറയെ കടയിക്കുമാ പറഞ്ഞാൽ കൈ ഇഷ്ടം പോലെ കിട്ടും. അത് ഉദ്ദേശിച്ചത് ഡവറിയാണ്. അന്ന് ഞങ്ങളുടെ ഇടയിൽ കുറച്ച് മോശമായിട്ടുള്ളായിരുന്നു ആ പരിപാടി, വരദക്ഷണ എന്നുള്ളത്. അപ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു പോരാട്ടമായിരുന്നു അത്. ഞങ്ങൾ ഒരുപാട് പൊതു കാര്യങ്ങളിൽ ഞങ്ങൾ ഒരുപാട് സംഘടനകളിൽ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. പോകുന്നത് തന്നെ 70-ൻ്റെ അവസാന കാലത്ത് വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്ന റെയിൻബോ ക്ലബ്ബ് സാമൂഹിക സേവന സംഘടനയായിരുന്നു. അതിൻ്റെ വൈസ് പ്രസിഡൻറ്റ് പ്രൊഫസർ ബാലസുബ്രഹ്മണ്യനായിരുന്നു. ഞാനായിരുന്നു അതിൻ്റെ സെക്രട്ടറി. അതിനുശേഷം പുഷ്പഗിരി ബ്രാഹ്മണ സമൂഹം വന്നപ്പോൾ അവിടെയും ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അത് കൂടാതെ 80ൻ്റെ തുടക്കത്തിൽ ഞങ്ങൾക്കൊരു ഡ്രാമ ട്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഡ്രാമയിൽ ഞാനും പ്രൊഫസർ ബാലസുബ്രഹ്മണ്യൻ എല്ലാം അഭിനേതാക്കളായിരുന്നു. ആ നാടകം കൈ നിറയെ കടിക്കുമെന്നാണ് പേര്. തമിഴ് ഹാസ്യ നാടകമായിരുന്നു.
കേരളത്തിൽ ഏതാണ്ട് 10-20 വേദികളിൽ അത് നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഭാരതത്തിൽ ശ്രീശങ്കരന്റെ അദ്വൈത സിദ്ധാന്തത്തിനൊപ്പം തന്നെ ചാർവാക സിദ്ധാന്തവും ഇവിടെ നിലനിന്നിരുന്ന പോലെ ഈശ്വര വിശ്വാസത്തിനൊപ്പം തന്നെ നിരീശ്വരവാദവും, നിരീശ്വരവാദത്തിനൊപ്പം തന്നെ ഈശ്വര വിശ്വാസവും ഇഴചേർന്ന് നിൽക്കുന്നതായി ഇദ്ദേഹം പറയുന്നു. കലാലയത്തിൽ രാഷ്ട്രീയം നിലനിൽക്കുന്നതിനോട് എതിർപ്പില്ലെന്ന് അവകാശപ്പെടുന്ന ഇദ്ദേഹം നല്ല കാര്യങ്ങൾക്കായി അത് ഉപയോഗിക്കുന്നതിനെ നിർദ്ദേശിക്കുന്നു. അണുശക്തി കൊണ്ട് വൈദ്യുത താപനിലയങ്ങൾ പ്രവർത്തിപ്പിച്ച് മനുഷ്യകുലത്തിനെ നന്മ ചെയ്യാൻ ഉപയോഗിക്കാമെങ്കിലും അത് ആറ്റം ബോംബ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ശരിയല്ലല്ലോ. ഏതൊരു വിദ്യാർത്ഥിയെയും തൻ്റെ ഗുരു ചേർത്തുപിടിച്ച് എൻ്റെ ശിഷ്യനാണെന്ന് പറയുന്ന അവസ്ഥ വരണം. അതാവണം ശിഷ്യന് ലഭിക്കേണ്ട ഏറ്റവും വലിയ അംഗീകാരം എന്ന് അദ്ദേഹം പറയുന്നു. ദൈവവിശ്വാസിയാണ്. ഇപ്പോൾ നടുവിൽ കുറച്ച് കാലം ഞാൻ അമ്പലങ്ങളിൽ പോകാതിരുന്നിട്ടുണ്ട്. ഞാൻ ഇല്ലയെന്ന് പറയുന്നില്ല. പിന്നെ എന്തോ വീണ്ടും തോന്നി. അതെന്താ അങ്ങനെ പെട്ടെന്ന് ദിവസം ഫ്ലാഷ് ആയതൊന്നുമല്ല. രണ്ടും ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന കാലത്ത് വേണ്ടാ തോന്നിയതും വേണ്ടാ തോന്നിയിട്ട് അത് വേണം തോന്നിയത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു സംഭവം നടന്നുകൊണ്ടോ ഫ്ലാഷ് ആയതോ അല്ല. പതുക്കെ പതുക്കെ അങ്ങനെ വന്നു. എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോഴും അറിയില്ല. എനിക്ക് കലാലയങ്ങളുടെ രാഷ്ട്രീയം ഒരു വിരോധമില്ല, ഒരു കുഴപ്പമില്ല. ശരിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ, ശരിക്കും ഉപയോഗിച്ചിരിക്കൽ ഏതായാലും പെശകല്ലേ. നമ്മുടെ ഈ TV, മറ്റേ മൊബൈല്, ഇതൊക്കെ നല്ല ഉപയോഗമാണെങ്കിൽ ഒരുപാട് സുഖമുണ്ട്. അതേമാതിരി തന്നെയാണ് അത് ചിലവരത് ഭംഗിയായിട്ട് ഉപയോഗിക്കണം. അത് ശരിക്കും നമ്മുടെ പാർലമെൻറ്റ് ജനാധിപത്യത്തിലേക്ക് വഴിതെളിയിക്കും. സത്യത്തിൽ അസംബ്ലി ഇലക്ഷനും പാർലമെൻറ്റ് ഇലക്ഷനും വഴിതെളിയിക്കും. പക്ഷേ എല്ലാ സ്ഥലത്തും ഈ റൗഡിസം വന്ന വരും അതിലും ബന്ധപ്പെട്ടുണ്ട്, ഇല്ലയെന്ന് പറയാൻ വയ്യ. അങ്ങനെ വരുമ്പോൾ അതും മോശമായി, അത്രേ ഉള്ളൂ. ഏതാണ്ട് 28 വർഷമോ മറ്റോ അദ്ദേഹം കോളേജിൽ തന്നെ പഠിപ്പിച്ചു. പക്ഷേ സാധാരണ മറ്റ് അധ്യാപകരെ പോലെ കോളേജിൽ നിന്ന് റിട്ടയർ ആയതിനു ശേഷം വീട്ടിൽ ഒതുങ്ങിക്കൂടാനല്ല അദ്ദേഹം ആഗ്രഹിച്ചത്. അദ്ദേഹം പിന്നീടും അധ്യാപനത്തിൻ്റെ മേഖലയിൽ തന്നെ തുടർന്നു. ഇന്നും അദ്ദേഹം ഒരു അധ്യാപകനായി തുടരുന്നു എന്നുള്ളതാണ് വളരെ വിസ്മയകരമായിട്ടുള്ളൊരു കാര്യം. അധ്യാപന ജീവിതത്തിൽ അരനൂറ്റാണ്ടിലേറെ പിന്നിടുന്ന 52 53 വർഷം പിന്നിടുന്ന അത്തരത്തിലുള്ള ഒരു വ്യക്തി നമുക്കൊക്കെ ഒരു വലിയൊരു അത്ഭുതമാണ്. TSBയുടെ ശിഷ്യപരമ്പര വളരെ ബൃഹത്താണ്. രാഷ്ട്രീയത്തിലെ അധികായകന്മാർ, ഗവേഷകർ, സ്കൂൾ കോളേജ് അധ്യാപകർ, ചീഫ് ജസ്റ്റിസുമാർ, സിനിമാ പ്രവർത്തകർ, പത്രപ്രവർത്തകർ, ബാങ്ക് ജീവനക്കാർ, വക്കീലന്മാർ, അക്കൗണ്ടന്റ് ഓഫീസർമാർ, ബിസിനസ്സുകാർ, വിവിധ സർക്കാർ വകുപ്പുകളിലെ ജീവനക്കാർ, കവികൾ, സാഹിത്യകാരന്മാർ തുടങ്ങി അത് നീളുകയാണ്. അന്ന് ഞാൻ ധാരാളം പേര് ചീത്ത പറഞ്ഞിട്ടുണ്ട്, ഇല്ലയെന്ന് പറയാൻ വയ്യ. അവരൊക്കെ പിന്നെ കാണുമ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് ചീത്ത പറഞ്ഞ 1-2 പേര് തന്നെ ബസ്സിൽ നിന്ന് ഇറങ്ങി. ഞാൻ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ ബസ് അവർ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ബസ്സിൽ നിന്ന് പൈസ കൊടുത്തിട്ടുണ്ട് അവർ കുന്നംകുളം വരെ പോകാൻ. ആ ബസ്സിൽ നിന്ന് ഇറങ്ങി പോകുന്ന സ്റ്റോപ്പിൽ ഇറങ്ങി സാർ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്നോട് സംസാരിച്ച് പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. സുഖമായിട്ട് അവരെ എന്നോട് ദേഷ്യം ബഹളം കൂട്ടിയിട്ടുള്ളവരാണ് പലരും. സാർ എന്താ എങ്ങനെ ചെയ്യണത്, സാർ പാർഷ്യാലിറ്റിയാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഈ അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. ഒരിക്കൽ എന്ത് വെച്ചാൽ ഒരു ചില കുട്ടികൾക്ക് മാർക്ക് കുറഞ്ഞു ക്ലാസ്സിൽ, പൊതുവെ മാർക്ക് കുറഞ്ഞു ക്ലാസ്സിൽ, മാത്സ് ക്ലാസ്സിൽ. മനസ്സിനൊരു ദേഷ്യം, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ട് എങ്ങനെ ആയല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് വെച്ചാൽ നിങ്ങൾക്ക് ഈ മാർക്ക് കുറഞ്ഞതിൽ പ്രതിഷേധാർത്ഥമായിട്ട് ഞാൻ ഇന്ന് ഉച്ചയും കൂടി കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ക്ലാസ്സിൻ്റെ പുറത്ത് ആ വരാന്തയിൽ നിന്നു. ഞാൻ എൻ്റെ റൂമിൽ പോയാലേ ഞാൻ ഊണ് കഴിച്ചുമില്ലോ എന്നുള്ള പ്രശ്നം വരുള്ളൂ. ഞാൻ എൻ്റെ റൂമിലേക്ക് പോയില്ല, ബാത്റൂമും കൂടി പോയില്ല. ഞാൻ അവിടെ തന്നെ നിന്നു. ഉച്ചയ്ക്ക് ക്ലാസ് തുടങ്ങാറായപ്പോൾ അവരിലൊരു പയ്യൻ്റെ അടുത്ത് തന്നെ എൻ്റെ ബുക്ക് എടുത്തുകൊണ്ടിരാൻ പറഞ്ഞു. ഞാൻ പോയി ഇത് വരെ തന്നെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ കുട്ടികൾ പിന്നെ പറയുകയാണ്, അവർ അവസാന യാത്ര സമയത്ത് അവർ പറയുകയാണ്, സാർ ഞങ്ങൾ അടുത്ത എക്സാമിനേഷൻ കോപ്പി അടിച്ചിട്ടെങ്കിലും മാർക്ക് വാങ്ങാൻ തീരുമാനിച്ചു. കാരണം മാഷ് പട്ടിണി കിടക്കണമെന്ന് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അതെൻ്റെ മനസ്സിൽ വല്ലാണ്ട് സ്പർശിച്ചു ആ കുട്ടികളുടെ ഇത്, ആ ഒരു സ്നേഹം. ഓഫ് കോഴ്സ് ഇന്നത്തെ തലമുറയിൽ നമുക്കത് പ്രതീക്ഷിക്കാൻ വയ്യ. ഇദ്ദേഹം എടുക്കുന്ന സബ്ജക്റ്റിൽ ഒരു കുട്ടി പോലും തോൽക്കില്ല. അപ്പോൾ TSB എന്നുള്ളതിന് പകരം ഞങ്ങളൊരു ഫുൾ ഫോം കണ്ടെത്തി. എങ്ങനെ വെച്ചാൽ
തോൽക്കാൻ സമ്മതിക്കാത്ത സുബ്രഹ്മണ്യൻ സാറ് എന്നിട്ടൊരു ഞങ്ങളൊരു ഉണ്ടാക്കി TSB എന്നുള്ളതിന് പകരം ഞങ്ങളെ ഒരു കുട്ടികളെയും അദ്ദേഹത്തിൻ്റെ തോറ്റിട്ടില്ല. അത്ര സിമ്പിളായിട്ടും ആ പറയണ വിഷയം അധ്യാപകനുള്ള കഴിവ് അതാണല്ലോ വേണ്ടത്. എന്താവനാന് ഉള്ളതെന്നുള്ളതിനെ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുക, അതാണ് എൻ്റെ അധ്യാപകൻ്റെ കഴിവ്. സരസമായ വാക്കുകളാലും ഉപമകളാലും ഗണിതത്തെ വിദ്യാർത്ഥികളുടെ മനസ്സിലേക്ക് ആഴ്ന്നിറക്കാൻ ശ്രമിക്കുന്ന ഇദ്ദേഹം അധ്യാപകർക്കിടയിലെ ഒരു വേറിട്ട വ്യക്തിത്വമാണ്. ഗണിതശാസ്ത്രത്തിൻ്റെ മേഖലകളിൽ ലോകം ഒരുപാട് മുന്നോട്ട് പോയി കഴിഞ്ഞു. മാനവരാശിക്ക് ഉപയുക്തമാകുന്ന ഗണിത പ്രശ്നങ്ങളും ശിഷ്യരുടെ മനസ്സിൽ സ്വയം ചോദ്യങ്ങൾ ചോദിക്കുവാൻ പാകത്തിലുള്ള സിലബസും വരുന്ന കാലത്തെ ഇവിടെ ഒരു നല്ല ഗണിതശാസ്ത്രജ്ഞൻ ഉണ്ടാവുകയുള്ളൂ എന്ന് TSB പറയുന്നു. ഇത്രയും പ്രതിഭാശാലിയായ അധ്യാപകനെ സിലബസ് പരിഷ്കരണ കമ്മിറ്റികളിൽ ഉൾപ്പെടുത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഒട്ടനവധി തലമുറകളെ ഗണിതം പഠിപ്പിച്ച ഈ അധ്യാപകൻ ഇന്നത്തെ തലമുറയെ വ്യത്യസ്തരായി കാണുവാൻ തയ്യാറല്ല. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, മറ്റുള്ളവർ നിന്നോട് എങ്ങനെ പെരുമാറണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നീ അവരോടും പെരുമാറുക എന്ന് പറഞ്ഞ് കാണാറുണ്ട്. അപ്പോൾ എനിക്കത് എപ്പോഴും തോന്നാറുണ്ട്. കുട്ടികളെ നമ്മളെ ബഹുമാനിക്കണം, നമ്മൾ ആ മോഡൽ കാണിച്ചു കൊടുക്കണം, എന്നാലേ പറ്റുള്ളൂ. അവരുടെ ഇതേ ചെയ്യില്ല. സമൂഹത്തിൻ്റെ ക്രോസ് സെക്ഷൻ തന്നെയാണ് നമ്മൾ പ്രത്യേകത ഒന്നുമില്ല. ഇതെന്നും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കും. ചെറുതും വലുതുമായിട്ടുള്ള തോതിൽ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കും. വളരെ പണ്ടത്തെ കാലം മുതൽ തന്നെ കേട്ടിട്ടുള്ളതാണല്ലോ കുട്ടികൾ. ഇപ്പോൾ ശ്രീകൃഷ്ണൻ്റെ മക്കൾ തന്നെ ഒരുത്തന്നെ ഒരു സ്ത്രീയുടെ വേഷം കെട്ടി ഗർഭവതിയാക്കിയ മാരിക്കാട്ടി ഒരു മഹർഷിയോട് എന്നിട്ട് ഇയാളെപ്പോൾ പ്രസവിക്കും എന്ന് ചോദിച്ചൊരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ശ്രീകൃഷ്ണൻ്റെ കാലം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വരുന്ന ഒരു 5000 കൊല്ലം മുമ്പ്. അപ്പോൾ 5000 കൊല്ലം മുമ്പ് വരെ ഇങ്ങനത് കേട്ടിട്ടുണ്ട്. അപ്പോൾ പണ്ട് തന്നെ ഉള്ളതാണ്. ഈ ചിലവർക്ക് ഒരു വഴി അങ്ങനെ ചിലവരെ എന്തെങ്കിലുമൊക്കെ ചെയ്തു വിചാരിച്ചിട്ട് അവരൊക്കെ മോശമാണ്, ഇപ്പോഴത്തെ ജനറേഷനെ മോശം എന്ന് പറഞ്ഞതിൽ വലിയ അർത്ഥമൊന്നുമില്ല. കാരണം ഞാൻ 3-4 തലമുറയോടൊപ്പം ജീവിച്ച് വളർന്നിട്ടുള്ള ആളാണ്. 68 ഇത്, അതായത് ഞാൻ ശ്രീഷാവളരെ പഠിപ്പിക്കാൻ പോകുമ്പോൾ എല്ലാവരും മുണ്ടും ഷർട്ടുമാണ് കുട്ടികൾ മുഴുവൻ. അത് പതുക്കെ പാൻസിലേക്ക് മാറി. പെൺകുട്ടികളൊക്കെ സാരിയായിരുന്നു അല്ലെങ്കിൽ ധാവണിയായിരുന്നു. ആ കാലഘട്ടം മാറി അവർക്ക് ഇപ്പോഴത്തെ മോഡേൺ ഡ്രസ്സിലാണ്. അങ്ങനെ ഒരു 3-4 തലമുറയെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ വേഷത്തിലൊക്കെ ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ടെന്നല്ലാതെ പെരുമാറ്റത്തിലൊന്നും അങ്ങനെ വല്ലാതൊരു ഇതൊന്നുമില്ല. അപ്പോൾ അന്നത്തെ കാര്യം നമ്മളിന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അന്നിപ്പോൾ എനിക്ക് മുഖമൊന്ന് ചൊളിഞ്ഞാൽ ഇവർക്കൊക്കെ വിഷമായിരുന്നു, കുട്ടികൾക്കൊക്കെ വിഷമായിരുന്നു. അയ്യോ നമുക്ക് ബുദ്ധിമുട്ടായിടാം. ആ കാലഘട്ടമല്ല അത് മാറി. പക്ഷേ അങ്ങനെ പിടിച്ചെടുക്കാനൊന്നും പറ്റില്ല. പിന്നെ അടിച്ചമർത്തലൊന്നും അതൊന്നും ആലോചിക്കാനേ പാടില്ല. ശരിക്ക് റിസർച്ചേഴ്സ് ക്ലാസ് എടുക്കണമെങ്കിൽ ഒരു റിസർച്ചേഴ്സിനെയോ അധ്യാപകനെയോ ഉണ്ടാക്കാൻ പറ്റില്ല. ഇദ്ദേഹമാണ് ക്ലാസ് എടുക്കണമെങ്കിൽ റിസർച്ചറും അധ്യാപകരും ഒക്കെ തന്നെ ഉണ്ടായിക്കോളും. അത്തരത്തിലുള്ള അധ്യാപകർ ശരിക്ക് ബോർഡ് ഓഫ് സ്റ്റഡീസിലും മറ്റുള്ള പാഠപുസ്തകങ്ങൾ ഉണ്ടാക്കണതിലൊക്കെ വരികയാണെങ്കിൽ കുട്ടികളുടെ ഭാവി അതിനനുസരിച്ച് നിർണ്ണയിക്കാൻ അവർക്ക് കഴിയും. ഇത് ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ പഠിക്കും, അപ്ലിക്കേഷൻ ഇല്ലാത്തത് പഠിപ്പിക്കും. ചെയ്യുമ്പോൾ ഇത് പഠിപ്പിക്കുന്നവർക്ക് അറിയണില്ല എന്തിനാണ് പഠിപ്പിക്കണമെന്ന്, എന്താ അതിൻ്റെ ഉപയോഗം എന്ന് പറയാൻ പറ്റുന്നില്ല. അങ്ങനത്തെ അവസ്ഥയിൽ നിന്ന് മാറ്റം വരണമെങ്കിൽ ഇത്തരത്തിലുള്ളവർ ശരിക്ക് അതിൻ്റെ ടോപ്പ് ലെവലിലേക്ക് എത്തണം. ഇന്ന് ഓൺലൈൻ ക്ലാസ്സുകളുടെ കാലത്തും ഇദ്ദേഹം സദാ കർമ്മനിരതനാണ്. പൂങ്കുന്നം ശ്രുതിവാണിക്കടുത്തുള്ള ഫ്ലാറ്റിലെ തൻ്റെ മുറിയിലിരുന്നു കൊണ്ട് ദിവസവും 10-ലധികം ഗണിത പ്രശ്നങ്ങൾ ഓരോ ക്ലാസ്സുകാർക്കും തയ്യാറാക്കി വിവരണം നൽകുകയാണ് ഈ അധ്യാപകൻ. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയും തനിക്കന്യമല്ലെന്ന് തെളിയിച്ചുകൊണ്ട്. വീട്ടിലിരുന്ന് ഇങ്ങനെ പ്രോബ്ലംസ് ചെയ്യുക, എന്നിട്ട് കുട്ടികൾക്ക് അയച്ചു കൊടുക്കുക. ഒരു ദിവസം ഒരു ക്ലാസ്സിന് ശരാശരി 10 ക്വസ്റ്റ്യൻ അയക്കും. എന്നിട്ട് അത് വോയിസ് മെസ്സേജിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യും. വാട്സാപ്പിൽ അയച്ചു കൊടുക്കും, വോയിസ് മെസ്സേജ് എക്സ്പ്ലെയിൻ ചെയ്യും. കുട്ടികളത് നോക്കി കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നവരോ അല്ലെങ്കിൽ അടുത്ത ദിവസമോ സംശയങ്ങൾ ചോദിക്കും. കണക്കിന് അളവറ്റ രസം പകരുന്ന ക്ലാസുകൾ, അയത്നലളിതമായ ആഖ്യാന ശൈലി, അനന്യമായ നർമ്മബോധം, അതുപോലെ തന്നെ നിറഞ്ഞ ആത്മാർത്ഥത, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ സവിശേഷതകളത്രേ. സിദ്ധാന്തങ്ങളിലൂടെയും സമവാക്യങ്ങളിലൂടെയും വിദ്യാർത്ഥികളെ കണക്കിൻ്റെ മാസ്മരിക ലോകത്തിലേക്ക് എത്തിക്കുവാൻ
അദ്ദേഹത്തിന് നിഷ്പ്രയാസം സാധിക്കുമായിരുന്നു. എനിക്ക് എങ്ങനെയാ വെച്ചാൽ ഞാൻ ക്ലാസ്സിലെടുക്കണം, കുട്ടികൾ ഇങ്ങനെ ബഹളം കൂട്ടണം, എന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം, ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കണം. പരമ വിഡിത്തം പറഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ അതിൽ നിന്ന് ശരിക്കുള്ള ആൻസറിലെത്തും. ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുമ്പോൾ ഉത്തരം ഇരുമ്പെന്നാവും, അവർ മഞ്ഞളെന്ന് പറയും. ഞാൻ ആ മഞ്ഞളിൽ നിന്ന് ഇരുമ്പിലേക്ക് എത്തിച്ചു കൊടുക്കും. അതാണ് എൻ്റെ നേച്ചർ. കുട്ടികൾ ഇങ്ങോട്ട് മിണ്ടിയിലേക്ക് എനിക്ക് ക്ലാസ് എടുക്കാൻ അറിയില്ല. അത് ഓൺലൈൻ ആകുമ്പോൾ അതങ്ങനെ മുഴുവൻ പൊരുത്തപ്പെടുന്നില്ല. അതാണൊരു പ്രശ്നം. അവരോട് സംസാരിക്കണം, അവരെയൊക്കെ ഒരു തോന്നൽ വരും. കാരണം മുമ്പിലത്തെ മാതിരി ഇനി കുട്ടികൾ ഫ്രണ്ടിൽ വന്നിരിക്കുക, ക്ലാസ് എടുക്കുക, അതിന് എല്ലാ കാലത്തും നടന്നു എന്ന് വരില്ല. കുറച്ചൊക്കെ ഈ പറഞ്ഞ ഓൺലൈൻ ക്ലാസ്സുകൾ വേണ്ടി വരും, യാതൊരു സംശയമില്ല. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ പോർഷൻ കഴിഞ്ഞില്ലെങ്കിൽ മുമ്പിൽ അതിനെക്കുറിച്ച് ആലോചിക്കാൻ പറ്റിയിരുന്നില്ല. മുമ്പിൽ നമുക്കിങ്ങനെ ഓൺലൈനൊന്നും ആലോചിക്കാൻ പറ്റിയിരുന്നില്ല. വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, ഇവിടെ അത് ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇനി പക്ഷേ ചിലപ്പോൾ ആൾക്കാർക്ക് പോർഷൻ കഴിക്കാൻ ഒരു ലെവൽ വരെ എടുത്തിട്ട് ബാക്കിയുള്ളത് ഞാൻ കമ്പ്യൂട്ടറിൽ അയച്ചു തരാം, മൊബൈലിൽ അയച്ചു തരാം കേട്ടോ മക്കളെ എന്ന് പറയേണ്ട ഒരു സ്ഥിതി വരും. അത് ഇനി ധാരാളം വേണ്ടി വരും. അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുമ്പോഴും ഇരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ നിർത്താതെ കുറേ കാര്യങ്ങൾ അദ്ദേഹം പറയും. ഈ 64 സുകുമാര കലകളെക്കുറിച്ചും കൃത്യമായി ധാരണയും അവബോധവുമുള്ള ഒരു വലിയ വ്യക്തിത്വമാണ്. സംസാരത്തിലും അദ്ദേഹം മാത്തമാറ്റിക്സ് പറയും. അദ്ദേഹത്തിന് മാത്തമാറ്റിക്സ് റിതം എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെ പറയുന്നത് അറിയില്ല. പിന്നെ തൃശ്ശൂരിലെ എല്ലാ ആളുകൾക്കും അദ്ദേഹത്തെ അറിയാൻ മാത്രമല്ല, ശ്രീകൃഷ്ണ കോളേജിൻ്റെ ഓരോ മൺതരിക്കും അറിയാവുന്ന ഒരു വ്യക്തിത്വം എന്ന രീതിയിൽ TSP സാർ ഏറെ പ്രമുഖനാണ്. വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടുക എന്നുള്ളതാണ് ഒന്നാമത്തെ അങ്ങേരുടെ ഒരു ക്വാളിറ്റി എനിക്ക് തോന്നുന്നത്. വളരെ മികച്ച അധ്യാപനം, അതിലൊരു സംശയമില്ല. കാര്യങ്ങളൊക്കെ വളരെ വൃത്തിയായി മനസ്സിലാക്കി തരും. പിന്നെ ഏത് കാര്യത്തിനായാലും, എന്ത് സംശയമാണെങ്കിലും മറ്റേതൊരു കാര്യങ്ങളാണ് സമയമോ സന്ദർഭമോ നോക്കാതെ അങ്ങേരോട് ചോദിക്കാനും നമുക്കത് പറഞ്ഞു തരാനുള്ള ഒരു സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു. വിദ്യാർത്ഥികളിൽ അധികം പേരും ഭാവിയെക്കുറിച്ച് ലക്ഷ്യബോധമില്ലാത്തവരാണെന്ന് പറയുന്ന ഇദ്ദേഹം അവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കുവാൻ സ്കൂൾ തലത്തിൽ നിന്നു തന്നെ ശ്രദ്ധിക്കേണ്ടതാണെന്ന് പറയുന്നു. വാസ്തവത്തിൽ ഒരു 50% പേർക്കെങ്കിലും അങ്ങനെ ഒരു പ്രത്യേക സ്വപ്നമില്ല. ഞാൻ അറിഞ്ഞിട്ട് സംസാരിച്ച് നോക്കിയാണ് ഞാൻ പലരോടും എന്താ ഉദ്ദേശം, ഭാവിയിൽ എന്താ വേണ്ടത്. ഇല്ല, ഇപ്പോൾ ബയോമാത്സ് എടുക്കണ്ടേ, പിന്നെ നോക്കാം എന്താ, അത് ബയോളജിയിലാണോ കൂടുതൽ താല്പര്യം, മാത്സിലാണോ കൂടുതൽ താല്പര്യം എന്ന് വെച്ചാൽ അവർക്ക് എന്നെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുന്നില്ല. ഇപ്പം എൻ്റെ കോളേജിൽ മാത്സ് മെയിൻ എടുത്ത് വരുന്ന ചിലവരുണ്ട്. മാത്സ് മെയിൻ എടുക്കും, സാറേ എനിക്ക് അവിടെ സുവോളജിയിൽ സീറ്റ് കിട്ടി എന്ന് പറഞ്ഞ് സുവോളജിക്ക് പോണവരുണ്ട്. എങ്ങനെയാണ് പൊരുത്തപ്പെടാമെന്ന് എനിക്ക് തോന്നില്ല. മാത്സ് പഠിച്ച ഒരാളെങ്ങനെ സുവോളജിക്ക് പോവുക എന്നെൻ്റെ മനസ്സിൽ തോന്നും. അപ്പോൾ ഒരു 50% പേരെങ്കിലും അവരുടെ ഭാവി എന്താവണം എന്നുള്ളതിനെക്കുറിച്ച് അങ്ങനെയൊന്നും ആലോചിക്കാൻ തയ്യാറാവാത്തവരെന്ന് എനിക്ക് തോന്നുന്നത്. അച്ഛനന്മാർ ഇയാൾ എഞ്ചിനീയർ ആവണം നിങ്ങൾ സ്വയം തീരുമാനിക്കും, ഇയാൾ മെഡിസിൻ ആവണം, ഡോക്ടറാവണം തീരുമാനിക്കും. വളരെ കുറച്ച് ആൾക്കാർ ഒരു പത്രപ്രവർത്തകനാവണം എന്നൊക്കെ വളരെ വളരെ കുറച്ച് ആൾക്കാരെ ആഗ്രഹിക്കുള്ളൂ. പക്ഷെ അങ്ങനെ ആയിത്തീരുന്നുണ്ട്, അത് പക്ഷേ വേറെ. എൻ്റെ ഒരു ഇതിൽ ഒരു 50% പേർക്കെങ്കിലും അവരുടെ ഭാവിയിൽ എങ്ങനെ വേണം എന്നുള്ളതിനെക്കുറിച്ചൊരു സ്വപ്നങ്ങളൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. അപ്പോൾ എനിക്കറിയുന്ന ഒരുപാട് പേര് ഈ സ്കൂളിൽ പഠിക്കുമ്പോഴോ കോളേജിൽ പഠിക്കുമ്പോഴോ ടീച്ചറാവണം, മാഷാവണം എന്നൊക്കെ പറഞ്ഞ് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവർക്കത് കിട്ടില്ല. അവർക്ക് കിട്ടുന്നത് വേറെ ഒന്നാണ്. ഒരു മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷൊക്കെ പഠിക്കണ ഒരാൾ മനസ്സിൽ ഒരു പത്രപ്രവർത്തകനാവണം എന്നൊക്കെ പറഞ്ഞ് ആഗ്രഹിച്ച് പഠിക്കണ്ടാവും. അയാൾക്ക് പറ്റിയൊരു മേഖല കിട്ടിക്കൊള്ളണമെന്നില്ല. അത് കിട്ടിയില്ലെങ്കിൽ ആൾക്കൊരു ലേശം വിഷമം വരും. ഇത് ദേഷ്യത്തിൽ കാണിക്കും. അപ്പോൾ ഒരു പക്ഷേ നല്ല കൈ നിറച്ചുള്ള ശമ്പളം ബാങ്കിൽ നിന്ന് കിട്ടുന്നുണ്ടാവും, എന്നാലും അവനവന് തൃപ്തിയായില്ല എന്നൊരു തോന്നൽ. എന്നോട് അസൂയപ്പെടുന്ന എൻ്റെ കൂട്ടുകാരെ തന്നെ എനിക്കറിയാം. എല്ലാ കാലത്തും എന്നെക്കാളും കൂടുതൽ ശമ്പളം വാങ്ങിയിരുന്നവരാണ്. ഒരു കാര്യമില്ലല്ലോ, താൻ തന്നെ ഭാഗ്യവാൻ, നാട്ടിൽ ജോലി കിട്ടി, ഇഷ്ടപ്പെട്ട ജോലി കിട്ടി, തനിക്ക് എപ്പോഴും കണക്ക് പഠിപ്പിക്കാൻ പറ്റണോ എന്നൊക്കെ എൻ്റെ പറയുന്ന ഈ 75 വയസ്സ് കഴിഞ്ഞ് എൻ്റെ കൂട്ടുകാർ ഇപ്പോഴും ഉണ്ട്. ഇഷ്ടംപോലെ സ്ഥലം എല്ലാ സമ്പൽ സമൃദ്ധിയിലും ഇരിക്കണവരാണ്. പക്ഷേ തനിക്കിഷ്ടമുള്ള ജോലി കിട്ടി, ഞങ്ങൾക്കത് വേണ്ട മാതിരി ആയില്ല എന്ന ആ നിരാശ പലർക്കുമുണ്ട്. അവനവന് സന്തോഷവും സംതൃപ്തിയും നൽകുന്ന ജോലിയാണ് ഉയർന്ന ശമ്പളം ലഭിക്കുന്ന ജോലിയേക്കാൾ ഉചിതമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഇദ്ദേഹം വിരമിച്ചാലും അതേ പേരിൽ അറിയപ്പെടുവാനും ഏറ്റവും കൂടുതൽ ആളുകൾ ബഹുമാനിക്കപ്പെടുവാനും ഉതകുന്ന ഒരു ജോലിയാണ് അധ്യാപനമെന്ന് ഇദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. 32 വർഷക്കാലം അദ്ദേഹം പഠിപ്പിച്ച ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ വിവിധ കാലയളവുകളിലെ
വ്യത്യസ്തമായ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ സജീവ സാന്നിധ്യമാണ് TSB എന്ന TS ബാലസുബ്രഹ്മണ്യം. വിവിധ സംഘടനകളുടെയും സമിതികളുടെയും വ്യത്യസ്ത തരത്തിലുള്ള ബഹുമതികൾ ഈ കാലയളവിനുള്ളിൽ ഈ അധ്യാപകനെ തേടിയെത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ 11ഓളം വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുവാനും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ശിഷ്യഗണങ്ങളെ നേരിൽ കണ്ട് സംസാരിക്കുവാനുമുള്ള ഭാഗ്യം ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിൽ എന്തൊക്കെയോ ചെയ്ത മാതിരി ഒരു തോന്നലുണ്ട്. വ്യർത്ഥമായിട്ടായിട്ട് തോന്നിയിട്ടേ ഇല്ല. എൻ്റെ നമ്മുടെ ഉള്ളൂരിൻ്റെ ഒരു വരികളുണ്ട്. വേഷം എനിക്ക് എന്തെന്ന് വിധിപ്പത് വിഭോ തവച്ചിത്തം, വിശ്വപ്രിയമായ നടനം ചെയ്യുന്നത് വിധേയൻ എൻ കൃത്യം എന്ന് പറഞ്ഞ് ഉള്ളൂരിൻ്റെ ഒരു വരിയുണ്ട്. അപ്പോൾ എനിക്ക് ഈ വേഷമാണ് എന്ന് അദ്ദേഹം തീരുമാനിച്ച മാതിരി എനിക്ക് തോന്നി. അത് മാക്സിമം വിശ്വപ്രിയമായിട്ട് കാണിക്കാൻ ആക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരളവ് വരെ വിജയിച്ചിട്ടുണ്ട് എന്നൊരു തോന്നലും. ഏത് വിഷമം പിടിച്ച ടോപ്പിക്സും എത്ര രസിപ്പിച്ചാണ് അദ്ദേഹം ഞങ്ങളെ മനസ്സിലാക്കിപ്പിച്ച് തന്നിരുന്നത്. ഇത്ര ലളിതമായി കണക്കെന്നല്ല വേറൊരു സബ്ജക്റ്റ് ഞാൻ പിന്നീട് പഠിച്ചിട്ടില്ല. കണക്ക് പഠിപ്പിക്കുന്നതിലുപരി അദ്ദേഹത്തിന് ഞങ്ങളോട് സ്നേഹവും കരുതലും എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ അധ്യാപികയായപ്പോൾ സാറിനെ പോലെ കുട്ടികളെ പഠിപ്പിക്കാനും സ്നേഹിക്കുവാനാണ് ശ്രമിച്ചിരുന്നത്. നമ്മളൊരു പുതിയ വിഷയം തുടങ്ങാൻ പോവുകയാണ്. അനലിറ്റിക്കൽ ജോമെട്രി അല്ലെങ്കിൽ കോർഡിനേറ്റ് ജോമെട്രി. മസ്തിഷ്കം കൊണ്ടായിരുന്നില്ല അദ്ദേഹം കുട്ടികളെ പഠിപ്പിച്ചിരുന്നത്, ഹൃദയം കൊണ്ടായി. ക്ലാസ് മുറികൾ തമാശ കൊണ്ട് വളരെ ചലനാത്മകമായി നിൽക്കുമ്പോൾ തന്നെ മനുഷ്യവർഗത്തിൻ്റെ ക്ലേശങ്ങളിലൂടെ വ്യഥകളിലൂടെ സഞ്ചരിക്കാനും അദ്ദേഹം കുട്ടികളെ നന്നായി അഭ്യസിപ്പിച്ചിരുന്നു. ഏത് നിലയ്ക്ക് നോക്കിയാലും ഒരു മാതൃകാ അധ്യാപകൻ. എന്നോടൊരു അധ്യാപകൻ എങ്ങനെയായിരിക്കണമെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിനുള്ള എൻ്റെ ഉത്തരം, ഹൃദയത്തിൽ നിന്നുള്ള ഉത്തരം, ബാലസുബ്രഹ്മണ്യൻ സാറിനെ പോലെ ആവണം എന്നായിരിക്കും. നമ്മുടെ ചുമതല ഒന്നും കൂടി ക്ലിയറായിട്ട് മനസ്സിലാക്കണം. ഈ ലോകത്തോട് ദേഷ്യപ്പെട്ട് ലോകത്തിനെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് അങ്ങനെ നടന്നാൽ പോരാ. നമുക്ക് ചില ചുമതലകളുണ്ട് വീട്ടിൽ. ആ ചുമതലയുടെ നിർവഹണം നമ്മുടെ അച്ഛനമ്മമാരെ നമുക്ക് നോക്കാനുണ്ട്. അവർക്ക് വിശ്രമജീവിതം കൊടുക്കുമ്പോൾ നമുക്കൊരു ചുമതലപ്പെട്ടൊരു ജോലി നമ്മുടെ കയ്യിലുണ്ടാവണം. അത് എന്ത് ജോലിയായാലും കുഴപ്പമില്ല, അത് നിർവഹിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് നിങ്ങളുടെ ബിരുദ പഠനമോ ബിരുദാനന്തര പഠനമോ ആവശ്യമാണ്. നിങ്ങൾക്ക് മാർക്ക് കിട്ടണം. കാരണം ഇത് മത്സരത്തിൻ്റെ ഈ ലോകത്തിൽ നമ്മൾ നിന്ന സ്ഥലത്ത് നിൽക്കണമെങ്കിൽ തന്നെ കുറച്ച് ഓടേണ്ടി വരും. കാരണം ബാക്കിയുള്ളവർ ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ നമ്മൾ മിണ്ടാണ്ടിരുന്നാൽ പ്രശ്നമാവും. അത് ആമയും മുയലും കടലത്തെ മുയലാവരുത്. ഡിഗ്രി ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അദ്ദേഹം ആ എക്സസൈസിലെ പ്രോബ്ലംസ് ചെയ്യാൻ പറയും. ആ ബുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുവച്ചാൽ ഏതെങ്കിലും പ്രോബ്ലം, എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അതിൻ്റെ മാർജിൽ അദ്ദേഹം ചുവന്ന മഷി കൊണ്ട് എം എന്ന് രേഖപ്പെടുത്തിയിരിക്കും. അത് അദ്ദേഹത്തിനോട് ഒരിക്കൽ ചോദിച്ചു, എന്താണ് സാർ എം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട്, മനസ്സുണ്ടെങ്കിൽ കാണുക എന്ന്. അതേപോലെയുള്ള എല്ലാം അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലിയിലാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. ഭഗവാൻ ഗീതയിൽ പറയും, 10-ാം അധ്യായത്തിലെ വിഭൂതി യോഗത്തിൽ പറയും, ആദിത്യാനാമഹം വിഷ്ണു. അങ്ങനെ ഓരോന്നിലും ഞാനതാണ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ഇന്ന് ഭഗവാൻ പുതിയൊരു ഗീത എഴുതുകയാണെങ്കിൽ തീർച്ചയായിട്ടും പറയും ഗണിതാനാമഹം TSB എന്നായിരിക്കും എഴുതുക അതിൽ. എന്ന് പറഞ്ഞാൽ അത്രയധികം പ്രാധാന്യത്തോടു കൂടി ഗണിതത്തെ സ്വീകരിക്കുകയും ലോകത്ത് മുഴുവൻ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നൊരു അത്ഭുത മനുഷ്യനാണ് TSB. ചെറുപ്പക്കാർക്കൊപ്പം നിന്നാൽ സ്വയം ചെറുപ്പമാകുമെന്ന് എപ്പോഴും പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ക്ലാസുകൾ ഇന്നും പ്രൗഢിയോടുകൂടി തന്നെ തുടരുകയാണ്. കലാലയ ആരാമത്തിലെ ഒരു സൗഗന്ധിക പുഷ്പമായി പൂന്തേൻ കുടിക്കാനെത്തുന്ന ഛാത്രഭ്രമരങ്ങൾക്ക് ഗണിതമധുവേഗിയും അനധ്യായമില്ലാതെ അരനൂറ്റാണ്ടിലേറെയായി അധ്യാപന രംഗത്ത് വിടർന്നു നിൽക്കുന്ന പ്രൊഫസർ TS ബാലസുബ്രഹ്മണ്യൻ ശ്രീകൃഷ്ണ കോളേജിലെ ഓരോ മൺതരിക്കും സുപരിചിതനാണ്.
ആഡംബരത്തിൻ്റെ നെട്ടോട്ടത്തിനിടയിൽ സ്വയം മുന്നിലെത്താൻ വെമ്പുന്ന സമൂഹം. ഇദ്ദേഹത്തെ പോലെ ജീവിതം നയിക്കുന്നവരെ കണ്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ വാസ്തു ശ്രീകൃഷ്ണ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന ദിവസം ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചത് ഇങ്ങനെയായിരുന്നു. ഓഡിറ്റോറിയത്തിലുണ്ടായിരുന്നവർക്കൊക്കെ ഓർമ്മയുണ്ടാവാം. ഇങ്ങനെയാണ് പറഞ്ഞത്, ഉള്ളൂരിൻ്റെ വരികളാണ് പറഞ്ഞത്. അടിയൻ ഇനിയുമുണ്ടാം ജന്മം എന്നാൽ അതെല്ലാം അടിമുതൽ മുടിയോളം നിന്നിലാകട്ടെ തായി. അദ്ദേഹം കേരളാമ്പിയോടാണ് പറഞ്ഞത്, ഞാൻ ഗുരുവായൂരപ്പനോടാണ് പറഞ്ഞത്. ഇവിടെ തന്നെ ഈ കോളേജിൽ തന്നെ എന്നെ കൊണ്ടുവരണം. ഇനി എനിക്ക് മാത്സ് അധ്യാപകൻ്റെ ജോലി തരാൻ ഇഷ്ടമല്ലെങ്കിൽ മലയാളം അധ്യാപകനാക്കണം എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്, ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങിയത്. ഇനിയും മതിയായില്ല. പ്രേംനസീറിൻ്റെ ഏതൊരു പാട്ടില്ലേ, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങിയത്. ചിരിമിഴി കണ്ണടച്ചില്ലിലൂടെ ലളിതമായെത്തുന്ന പാഠഭാഗം, വിരസമായി മാറുന്ന മാത്രയെല്ലാം സരസമാക്കാനുള്ള നർമ്മബോധം. തെളിമതൻ ചോക്കിനാൽ ഉള്ളിലാരോ എഴുതിക്കൊതിപ്പിച്ച ഗണിതകാലം, സ്മൃതികളിൽ മായാതെ ഗുരു നിറഞ്ഞു. ഹൃദയമാ പാദം നമസ്കരിച്ചു, ഹൃദയമാ പാദം നമസ്കരിച്ചു, ഹൃദയമാ പാദം നമസ്കരിച്ചു.